സാറെ കാണാലോ അല്ലേ? ടീച്ചറെ സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ല. കാണാലോ അല്ലേ? ഇപ്പൊ ഓക്കെ ആണ് ടീച്ചർ. ഇപ്പം സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ സമുപാൽ സാർ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് കോട്ടയത്തിൽ വർക്ക് ചെയ്യുന്നു. സാറും ഞാനൊക്കെ ഒരുമിച്ച് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നതാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ മെയിൽ ID ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നെടുക്കുന്ന ക്ലാസ്സിൽ പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൽ ID കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വിൽ ഗോ ഡയറക്ട്ലി. ഫസ്റ്റ് നമുക്ക് വിൽ സീ ദ ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്, ഓരോ ആറ്റത്തിലെയും ഇലക്ട്രോൺസിൻ്റെ വേരിയസ് ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നൊരു ഫെമിലിയറൈസ്ഡ് ആവണം. എങ്കിലേ നമുക്ക് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ക്വാണ്ടം നമ്പേഴ്സ്, വൺ ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് N എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് അതിൻ്റെ അലൗഡ് വാല്യൂസ് 1, 2, 3 എക്സെട്ര അലൗഡ് ആണ്. മെയിനായിട്ട് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻ ചെയ്യുന്നത് ഒരു അറ്റോമിക് ഓർബിറ്റലിൻ്റെ എനർജി ആൻഡ് സൈസ് അതിനെ ഗവേൺ ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി അടുത്തത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണ്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൽ എടുക്കാവുന്ന വാല്യൂസ്, സപ്പോസ് യു ഹാവ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ആണെങ്കിൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് N-1, N-2 എക്സെട്ര അപ് ടു 0 അത്രയും വാല്യൂസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ N = 3 ആണെങ്കിൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ Lന് 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. അതായത് അപ് ടു N-1 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. ഇത് മെയിനായിട്ട് ഷേപ്പ് ഓഫ് ദ ഓർബിറ്റലും ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് റേഞ്ച് ചെയ്യുന്നത് +or-L, +or-L-1 എക്സെട്ര അപ് ടു 0. സോ സപ്പോസ് യു ഹാവ് L = 2 ആണെങ്കിൽ ML can have 2L + 1 values ranging from -L to +L. അതായത് -2, -1, 0, +1, +2 ഇങ്ങനെ വാല്യൂസ് എടുക്കാം. മെയിനായിട്ട് ഇറ്റ് ഗവേൺസ് ദ ഡയറക്ഷൻ ഓഫ് ആൻ ഓർബിറ്റൽ ആൻഡ് ദി ഇലക്ട്രോൺസ് ബിഹേവിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ് മെയിനായിട്ട് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M ഗവേൺ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +12 ആണ്.
It is having only a single value of half, and it governs the axial angular momentum of the electron. So you have mainly 4 quantum numbers: principal, orbital, and spin magnetic quantum number. ഇനി നമുക്ക് ഒരു എക്സസൈസ് പോലെ NLM വാല്യൂസ് ഓരോ കേസിലും നമുക്ക് എഴുതി നോക്കാം. 3D ഓർബിറ്റലിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ സാധാരണ നമ്മളിങ്ങനെ എഴുതിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് N. അപ്പോൾ ഇവിടെ N=3 ആണ്. L എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് ഫോർ എ D ഓർബിറ്റൽ, ഇപ്പോൾ എസിന്റെ കേസിൽ L=0, പിയുടെ കേസിൽ L=1, and for D it is 3. D it is 2, and for F it is 3. അപ്പോൾ N=3ക്ക് 3 ആണ്. D ഓർബിറ്റലിന്റെ കേസിൽ L=2 ആണ്. എമ്മിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് -L to +L. ദാറ്റ് മീൻസ് 2, 1, 0, -1, -2 ആർ പോസിബിൾ. ഇനി ഒരു 4F ഓർബിറ്റൽ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 4 ആണ്, എല്ലിന്റെ വാല്യൂ 3 ആണ്, എമ്മിന്റെ വാല്യൂ -L to +L. That means 3, 2, 1, 0, -1, -2, -3. ഇനി for an electron in a 2p orbital, N=2 ആണ്, L=1, M=1, 0, -1. So these are the possible values of N, L and M. So for a single electron, S എന്ന് പറയുന്നത് എപ്പോഴും ഹാഫ് ആയിരിക്കും. ഇനി നമ്മൾ സാധാരണ ഹൈഡ്രജന്റെ കേസിലാണ് നമ്മൾ സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള ഒരു ആറ്റം കാണുന്നത്. നമ്മൾ ബാക്കി മെജോറിറ്റി കേസിലും നമ്മളുടെ ആറ്റത്തിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം മെനി ഇലക്ട്രോൺ ആറ്റംസ് വരുമ്പോൾ 3 റൂൾസ് വെച്ചിട്ടാണ് ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് നടക്കുന്നത്. അപ്പൊ ആ 3 റൂള്, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. Second one is off-bow principle, and the third one is Hunt's rule. ഈ 3 റൂള് ഫണ്ടമെന്റൽ റൂൾസ് ആണ്. നമ്മൾ +2 ലെവലിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ റൂളുകളാണ്. സോ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. സോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടം നമ്പേഴ്സിൽ ഒന്നും തന്നെ ഐഡന്റിക്കൽ ആയിട്ട് ഇലക്ട്രോൺസിന് വരാൻ പാടില്ല. അപ്പോൾ ഫില്ലിംഗ് ഷുഡ് ബി ടേക്ക് പ്ലേസ് ഇൻ സച്ച് എ വേ ദാറ്റ് no 2 electrons can have the same set of quantum numbers. ആ രീതിയിലാണ് ഫില്ലിംഗ് നടക്കേണ്ടത്. സെക്കൻഡ് വൺ ഈസ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ. ഓഫ്-ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ വിവിധ അറ്റോമിക് ഓർബിറ്റുകളിൽ the electrons are arranged in such a way that they always tend to occupy the orbital with the lowest energy available. So this is actually off-bow principle. Then the last one is Hunt's rule. So electrons tend to occupy D with their spins parallel. ഇത് നമ്മൾ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഹൺസ് റൂൾ ഒന്നുകൂടെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓർബിറ്റൽസ് വിച്ച് ആർ ഹാവിങ് ഐഡന്റിക്കൽ എനർജി. സോ സപ്പോസ് യു ഹാവ് പി ഓർബിറ്റലിൽ നമുക്കറിയാം PX, PY, PZ ഉണ്ട്. സോ എല്ലാ ഓർബിറ്റലിലും ഒരേ എനർജിയാണ്. അപ്പം ഫസ്റ്റ് ഒരു ഓർബിറ്റലിൽ നമുക്ക് അക്കോർഡിംഗ് ടു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ 2 electrons can be occupied in a single orbital. But if there are 4 electrons, filling will be taking place in such a way that the first ആദ്യം 2px ഒരു ഇലക്ട്രോൺ വരും, 2py ഒരു ഇലക്ട്രോൺ വരും, 2pz ഒരു ഇലക്ട്രോൺ വരും. എന്നിട്ട് വീണ്ടും 2px ആന്റി പാരലൽ ആയിട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. അതായത് സ്പിൻസ് പാരലൽ ആകുന്ന രീതിയിൽ സ്പിൻ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇലക്ട്രോൺസ് ഡീജനറേറ്റ് ഓർബിറ്റലിനെ ഓക്യുപ്പൈ ചെയ്യുന്നത്. അല്ലാതെ ഫസ്റ്റില് 2 എണ്ണം ഫില്ല് ചെയ്തിട്ടല്ല സെക്കൻഡിലേക്ക് പോകുന്നത്. rather than that, initially they will occupy all the vacant orbitals such that their spins are parallel. പിന്നെയാണ് അഡീഷണൽ വരുന്ന ഇലക്ട്രോൺസ് ആന്റി പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. So these are the 3 basic rules for filling electrons in various atomic orbitals. So ഇത് വെച്ചിട്ടാണ് നമ്മൾ KLMN ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം തീരുമാനിക്കുന്നത്. സോ യു ഹാവ് K ഷെല്ലിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 values of L are possible. So obviously the L value is 0. Then number of electrons. ഒരു ലെവലിലെ അതായത് സബ് ലെവലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് if it is L ആണ് അതിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എങ്കിൽ 2 times 2L plus 1 will be the total number of electrons in that sublevel. So you have n equal to 1, L equal to 0, n ഇവിടെ നമുക്ക് L equal to 0 ആയതുകൊണ്ട് 2 electrons are occupying and ഒരു particular level with or principal quantum number n ഉള്ളതിന് maximum occupy ചെയ്യാവുന്ന electrons എന്ന് പറയുന്നത് 2n² ആണ്. So n equal to 1, so it is 2. ഇനി അടുത്ത സെക്കൻഡ് ഷെല്ലിലേക്ക് നോക്കി കഴിഞ്ഞാൽ L equal to 2 ആണ്. L ഷെല്ലിൽ n equal to 2 ആണ്. So obviously L values എന്ന് പറയുന്നത് n-1 values are possible. That means L can be either 0 or L can be 1. So when L is equal to 0, what happens? The total number of electrons in that sublevel will be 2. When L is equal to 1, L is equal to 1 stands for a P level. So this L equal to 1 എന്ന് പറയുമ്പോൾ 2 into 1 plus 1, that is 3 into 2, 6. So total number എന്ന് പറയുന്നത് S-ലെ 2 ഇലക്ട്രോൺ, P-ലെ 6 ഇലക്ട്രോൺ. Therefore the total number of electrons in that L shell will be 8. And for the M shell in the case n equal to 3 ആണ്. So L ന്റെ values possible ആകുന്നത് n-1 values 0, 1, 2. നമ്മൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടു 2 ഇലക്ട്രോൺസ്. L equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 6 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. Then L equal to 2, that means 5 into 2, that is 10. 10 number of electrons are possible. Altogether, the total number of electrons in this particular level is nothing but 18. So n equal to 4. 4 ലേക്ക് വരികയാണെങ്കിൽ ഷെൽ എന്നിൽ capital small n is equal to 4. Principal quantum number 4 ആണ്. So L values എന്ന് പറയുന്നത് 3 വരെ പോസിബിൾ ആണ്. അപ്പോൾ ഓരോന്നിനും സബ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2, 6, 10, 14. So all together this is 32. So മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ആകാം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ രീതിയിലാണ്. ഇനി ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസിന്റെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഷെൽ SPDF എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എസ്സില് മാക്സിമം നമ്പർ 2, പിയില് മാക്സിമം നമ്പർ 6, ഡിയില് മാക്സിമം നമ്പർ 10 and എഫില് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ഈസ് 14. സോ ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എങ്ങനെയാണ് ഫില്ലിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫില്ലിംഗ് നടക്കുന്നത് എപ്പോഴും ഓഫ് ബോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ലോവസ്റ്റ് എനർജി ഉള്ള ലോവസ്റ്റ് എനർജി ഉള്ളതായിരിക്കും ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുക. ദെൻ ഹയസ്റ്റ് എനർജിയിലേക്ക് അങ്ങനെ സ്ലോലി അത് ബിൽഡ് ചെയ്തു പോകും. സോ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. KLMN ഷെല്ലും അതിലുള്ള ഓരോന്നിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, L വാല്യൂസ് ഫോർ ഈച്ച് N, ദെൻ ഓരോ ലെവലിലെയും സബ് ലെവലിലെയും മെയിൻ ഷെല്ലിലെയും ഇലക്ട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഏറ്റവും ആദ്യം തന്നെ പീപ്പിൾ ആർ ഇൻവെസ്റ്റിഗേറ്റഡ് അബൌട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം. സോ യു ആർ ഓൾസോ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ ഹൈഡ്രജൻ സ്പെക്ട്രം. സോ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ മെയിനായിട്ട് ലൈമാൻ സീരീസ് ഉണ്ട്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. സോ നിങ്ങൾ ഓരോ ലെവലും നോക്കിക്കഴിഞ്ഞാൽ n is equal to 1ലേക്ക് ഹയർ ലെവലിൽ നിന്ന് വരുന്ന എല്ലാ ട്രാൻസിഷനും ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ലൈമാൻ സീരീസ്. ആൻഡ് n equal to 2 ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻ കറസ്പോണ്ട്സ് ടു ബാമർ സീരീസ്. ആൻഡ് n equal to 3
3 ലെവലിലേക്ക് വരുന്ന ട്രാൻസിഷൻ കറസ്പോണ്ട്സ് ടു പാഷൻ സീരീസ് and n equal to 4, that is bracket series, and n equal to 5 fun series. അതിലെ വിസിബിൾ റീജിയനിൽ വരുന്ന ഒരേ ഒരു സ്പെക്ട്ര എന്ന് പറയുന്നത് ബാമർ സീരീസ് ആണ്. സോ ഓരോ ലെവലിൻ്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് n equal to 1 എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈസ് -13.6 divided by n square electron volt ആണ്, in electron volt. That means energy എന്ന് പറയുന്നത് depends on the principal quantum number n. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് that mainly corresponds to the energy of the atomic orbitals. So n is equal to 1 in corresponding ആയിട്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വരിക. The ground state will have an energy of -13.6. Then first excited state എന്ന് പറയുന്നത് n equal to 2 level ആണ്. So -13.6 divided by 2 square. So like that it goes. So principal quantum numberന്റെ വാല്യൂസിനനുസരിച്ച് ഈ എനർജി വേരി ചെയ്യും. ഇനി നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷനും കൂടെ പഠിക്കുക. μe⁴ ആക്ച്വലി ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത എനർജിയാണ് ഇത് വരുന്നത്. -13.6 divided by n square. Actually there is a negative sign. So this negative sign indicates that the electron is bound ചെയ്ത ഒരു ഓർബിറ്റിൽ ബൗണ്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ആറ്റത്തിനോട് ബൗണ്ട് ചെയ്ത ഇലക്ട്രോൺസിന്റെ എനർജി ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് നെഗറ്റീവ് കാണിക്കുന്നത്. So μe⁴ divided by 32 pi square epsilon 0 square into h bar square n square. So ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് -13.6 എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ. സോ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ കേസിലെ ഇലക്ട്രോണിന്റെ മാസ് ആയിട്ട് വരും. സോ നമ്മളൊരു ഐസോട്ടോപ്പ് എടുക്കുമ്പോൾ മ്യൂ വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പം മ്യൂ വാല്യൂ മാത്രം വേരി ചെയ്താൽ മതി. എനർജി ഐസോട്ടോപ്പിന്റെ ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ തന്നിട്ട് if you are asked to find out the energy value corresponding to deuterium ചോദിക്കുകയാണെങ്കിൽ you have to change the mu value accordingly, then you can find out the values. Then ഓരോ ലെവലിലെയും 1/λ, actually the wave number 1/λ is nothing but r is Rydberg constant into 1/nf² minus 1/ni². ഇതിൽ nf എന്ന് പറയുന്നത് ലൈമാൻ സീരീസിൽ nf equal to 1, ni എന്ന് പറയുന്നത് 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോവും. ആൻഡ് റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ μe⁴ divided by 8c⁻³ epsilon 0 square. ഇനി ഹൈഡ്രജനോട് സിമിലർ ആയിട്ട് സ്പെക്ട്രം കാണിക്കുന്ന ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് -13.6 into z² divided by n² ആയിരിക്കും, where z is the atomic number. ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അറ്റോമിക് നമ്പർ ഈസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് വരികയാണെങ്കിൽ you can use this formula. This is a special case only, so most of the time this formula will not work. So we will discuss about that in later. So ഓരോ സീരീസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ് നമുക്ക് കിട്ടണമെങ്കിൽ NI-യുടെയും NF-ന്റെയും വാല്യൂ ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. NF equal to 1 for ലൈമാൻ, NF equal to 2 for ബാമർ, NF equal to 3 for passion, NF is equal to 4 for bracket, and NF is equal to 5 for fun series. ഇങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം കിട്ടുന്നത്. ഇനി നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഹലോ ചോദിച്ചു മാം, E is equal to -13.6 EV by n² മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്താ മാം ഇലക്ട്രോൺ ബൗണ്ടഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട്, അതായത് ആ ആറ്റത്തിലൂടെ ഇലക്ട്രോൺ ഒരു സ്റ്റേബിൾ ഓർബിറ്റിലൂടെയാണ് റൺ ചെയ്യുന്നത്. ഒരിക്കലും ഇലക്ട്രോൺ അതിൽ നിന്ന് ഡീവിയേറ്റ് അൺലെസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആൻ എക്സ്റ്റേണൽ എനർജി, it will remain in that that orbit for an infinitely long time. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. Always it is bound to the nuke.
ആ ഓർബിറ്റ് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു തന്നെയാണോ പറഞ്ഞതിനർത്ഥം? ആ ഓർബിറ്റിലൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ആക്ച്വലി അതിനെയാണ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാ. സ്റ്റേഷനറി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എല്ലാം ബൗണ്ട് ആണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു പെർട്ടർബേഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രോൺസ് ആ ഓർബിറ്റിൽ നിന്ന് മാറുള്ളൂ. അതുവരെ അല്ലെങ്കിൽ ആസ് ലോങ് ആസ് any external perturbation is not there, it will remain in that orbit. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് തന്നെയാണോ ഇവിടെ ഉദ്ദേശിക്കുന്ന മൈനസ്? അല്ലല്ല, അതല്ല. എനർജി നെഗറ്റീവ് ആയിരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബൗണ്ട് ആണെന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇലക്ട്രോണിന്റെ ചാർജ് അല്ല അവിടെ വരുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഏത് ബൗണ്ട് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുമ്പോഴേക്കും അതിന്റെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് പോകും. സോ കംപ്ലീറ്റ്ലി എസ്കേപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സോ ബൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജിയാണ് എപ്പോഴും നെഗറ്റീവായിട്ട്, പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. ഇറ്റ്സ് അത് ഇലക്ട്രോണിന്റെ ചാർജുമായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ. സോ നമ്മൾ കണ്ട ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ്, ഈ 3 സീരീസിലും കുറച്ചുകൂടെ ഒരു ക്ലോസർ എക്സാമിനേഷനിലേക്ക് പോവാണ്. അതായത് നമ്മൾ n=1 എന്ന് പറയുന്ന സ്റ്റേറ്റിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇനി അടുത്ത 2 n=2 ആണ്. 2 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 2 ലെവൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. So this corresponds to S level and this corresponds to P level. കാരണം n=2 maximum number of electrons possible എന്ന് പറയുന്നത് 2n². n² എന്ന് പറയുമ്പോൾ 8 electrons പോസിബിൾ ആണ്. അതായത് എസ്സിൽ ഒരു എസ് ഷെല്ലും ഉണ്ട്, ഒരു പി ഷെല്ലും വരുന്നുണ്ട്. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കേസിൽ 0ഉം 1ഉം ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എസ് ഓർബിറ്റൽ ആൻഡ് പി ഓർബിറ്റൽ. അതാണ് ഈ 2 ലൈൻ ഉപയോഗിച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ട്രാൻസിഷനെ കുറിച്ച് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ലെവൽസ് നോക്കുക. n=3 എസും വരും, പിയും വരും, ഡിയും വരും. ആൻഡ് n=4 ആകുമ്പോൾ എസ്, പി, ഡി, എഫ് 4 ലെവലും വരും. അതാണ് ഈ ഓരോ ലെവലിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ലെവൽസിനെയാണ് നമ്മൾ ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ n=1 -13.6, n=2 -3.4, n=3 1.51, n=4 0.85, ലൈക്ക് ദാറ്റ് ഇറ്റ് ഗോസ്. ഇനി ഓരോ ലെവലിലും അപ്പൊ നേരത്തെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉൾക്കൊള്ളുന്ന ഒരു ട്രാൻസിഷൻ മാത്രമാണ് കാണിച്ചത്. Now we are going more into the sub-level transition. So transition between various levels is actually governed by some selection rules. So selection rule അനുസരിച്ച് quantum mechanically selection rule അനുസരിച്ച് ഡെൽറ്റ എന്നിന് എനി വാല്യൂ പോസിബിൾ ആണ്. അതായത് 3ൽ നിന്ന് 1ലേക്കോ 2വിൽ നിന്ന് 1ലേക്കോ ഉള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷേ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊന്നിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഡെൽറ്റ എൽ, അതായത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നത് ഐദർ ഇറ്റ് ഷുഡ് ബി +1 ഓർ -1 ആയിരിക്കണം. സോ ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, നമുക്ക് ദിസ് ഈസ് ആൻ എസ് ലെവൽ, ദിസ് ഈസ് എസ്, ദിസ് ഈസ് പി, ഹിയർ ഇറ്റ് ഈസ് എസ്, പി, ഡി, then S, P, D, F. So these are the various energy levels. ഇനി ഇവിടുന്ന് this corresponds to a P level. P ലെവലിൽ നിന്ന് എസിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ പിയുടെ എൽ വാല്യൂ ഈസ് 1, എസിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എസിലേക്ക് ഒരു ട്രാൻസിഷൻ നോട്ട് പോസിബിൾ. അതായത് എസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0 ആണ് ആ ട്രാൻസിഷനിൽ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വരയ്ക്കാത്തത്. ഇനി അതുപോലെ ഈ n=3 എസിൽ നിന്ന് പിയിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. n=4 നിന്ന് n=2 പോസിബിൾ ആണ്. കാരണം പി വാല്യൂ ചേഞ്ച് ചെയ്യുന്ന
നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ എല്ലിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. സോ സിമിലർലി പി ലെവലിൽ നിന്ന് എസിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഡി ഇവിടെ നിന്ന് അഗെയിൻ ദിസ് പി ലെവൽ എസിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ ഡി 4 n=4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ലെവലിൽ നിന്നും n=3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ലെവലിൽ നിന്നും പി ലെവലിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇനി എഫിൽ നിന്ന് ഡിയിലേക്കൊരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അപ്പം എവിടുന്ന് എങ്ങോട്ടാണ് ട്രാൻസിഷൻ എന്നുള്ളതിനെ അനുസരിച്ച് ഇതിനെ പല സീരീസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പി സീരീസ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു പി ലെവലിൽ നിന്നാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ പിയിൽ നിന്ന്, അതായത് n=2 ലെവലിലെ പിയിൽ നിന്ന് എസിലേക്ക്, n=3യിൽ നിന്ന് എസിലേക്ക്, n=4ലെ പി ലെവലിൽ നിന്ന് എസിലേക്ക്. അപ്പൊ ഈ സീരീസിനെയാണ് നമ്മൾ പി സീരീസ് എന്ന് പറയാം. ഇതുപോലെ എസ് സീരീസ് എന്ന് പറയുന്നത് എസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്, എസിൽ നിന്ന് നടത്തുന്ന ട്രാൻസിഷൻ. ദിസ് ഇസ് എസ് സീരീസ് ആൻഡ് ദിസ് ഇസ് ഡി സീരീസ് ആൻഡ് ദിസ് ഇസ് എഫ് സീരീസ്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് സ്പെക്ട്രൽ ലൈനിലെ തന്നെ വേരിയസ് ട്രാൻസിഷൻ ഇൻക്ലൂഡിങ് സബ് ലെവലാണ് ഞാൻ കാണിച്ചത്. നമ്മൾ ആദ്യം കണ്ടത് n=1ലേക്ക് വന്ന ട്രാൻസിഷൻ മാത്രമാണ്. n=1 വരുന്നത് ലൈമാൻ സീരീസ് ആണ്. അപ്പൊ നമ്മുടെ പി സീരീസ് എന്ന് പറയുന്നത് വരുന്നത് ലൈമാൻ സീരീസ് തന്നെയാണ്. ഇനി n=2 ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി സീരീസും വരുന്നുണ്ട്, എസ് സീരീസും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വരുന്നത് ബാമർ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ n=3ലേക്കാണ് എഫ് സീരീസ് വരുന്നത്. ദാറ്റ് കറസ്പോണ്ട്സ് ടു എ പാഷൻ സീരീസ്. സോ ഈ രീതിയിൽ നമുക്ക് ഓരോ സീരീസിനെയും നമ്മൾ നേരത്തെ കണ്ട പ്രീവിയസ് സ്പെക്ട്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ റീജിയൻ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത് ഡെൽറ്റ എന്നിന്റെ ചേഞ്ച് എനി വാല്യൂ ഈസ് പോസിബിൾ. പക്ഷേ ഡെൽറ്റ എൽ ഷുഡ് ഓൾവേസ് ബി ഐദർ +1 ഓർ -1. ആ രീതിയിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, പി സീരീസ് കറസ്പോണ്ട്സ് ടു ലൈമാൻ, എസ് ആൻഡ് ഡി കറസ്പോണ്ട്സ് ടു ബാമർ. സോ ഇത് ക്ലിയർ ആയോ? കാരണം ഇത് നമ്മൾ പറയുന്നത് നമ്മളിവിടെ വേറെ ഒരു രീതിയിലുള്ള ഇൻട്രാക്ഷനും എടുക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ എൽ വാല്യൂവിനും, അതായത് l=0 ആണിത്, ഇവിടെ l=0, l=1. അപ്പൊ ഈ എൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എനർജി എന്നുള്ളതാണ്. ഓർ യു ക്യാൻ സേ ദാറ്റ് ഓൾ ദി എൽ വാല്യൂസ് ആർ ഡീജനറേറ്റ്. നോക്കിക്കഴിഞ്ഞാൽ l=0യിലും l=1ലും എനർജി വാല്യൂ എന്ന് പറയുന്നത് 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ സിമിലർലി n=3ലെ SP-D-F ഉള്ള SP-D ഈ 3 ലെവലിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എനർജി ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, the various energy levels or energy ultimately depends on the principal quantum number n only. n-നെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. all the L values are having equal energy or they are degenerate. സോ ഇത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് നമ്മൾ ഇതിൽ നിന്നൊരു ഡീവിയേഷൻ അടുത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ കാണും. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓരോ എൽ വാല്യൂവും ഓരോ n=2 ലെവലിലെ വേരിയസ് ലെവൽസ് എന്ന് പറയുന്ന ഡീജനറേറ്റ് ലെവൽസ് ആണ്. അതാണ് ഞാൻ വീണ്ടും കാണിച്ചിരിക്കുന്നത് ഡീജനറസി ഓഫ് ഹൈഡ്രജൻ ലെവൽസ്. n=3യിൽ നമുക്ക് എൽ വാല്യൂസ് 3 വാല്യൂസ് പോസിബിൾ ആണ്, 0, 1, 2. ഈ എല്ലാത്തിൻ്റെയും എനർജി 1ൻ്റെയും 2ൻ്റെയും 0യ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. n=2ൽ l=1, l=0. So these two levels are having equal energy. അതിനുള്ള ഈക്വൽ എനർജി ഉള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ദെൻ n=1, l=0 മാത്രമേ വരുള്ളൂ, ഒരു സിംഗിൾ ലെവലാണ് വരിക. സോ പ്രീവിയസ് സ്ലൈഡും അത് തന്നെയാണ്. n=1 ഒരു സിംഗിൾ ലെവൽ, n=2 1 2, n=3 1 2 3, n=4
1, 2, 3, 4. So ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് പഠിക്കുമ്പം ഇലക്ട്രോൺ ഓർബിറ്റിംഗ്, റിവോൾവിംഗ് അറൗണ്ട് ആൻ atomic orbit. So it is having an angular momentum as well as both the orbital angular momentum and spin angular momentum. So we will refresh our knowledge of angular momentum. So this is important കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ സിംഗിൾ ആയിട്ടുള്ള ഓരോ ട്രാൻസിഷനും ആക്ച്വലി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇറ്റ്സ് നോട്ട് എ സിംഗ്ലെറ്റ്, ആക്ച്വലി ഇറ്റ് ഈസ് ഡബിളറ്റ്. സോ ഒരു ക്ലോസർ എക്സാമിനേഷനിൽ ഓരോ ലൈനും 2 ലൈനിൻ്റെ 3 ലൈനിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ that is actually known as the fine structure of hydrogen spectrum. So fine structure explain ചെയ്യണമെങ്കിൽ you need to know about the angular momentum. So orbital angular momentum ഉണ്ട്, spin angular momentum ഉണ്ട്. Mainly orbital angular momentum is related to the magnitude of the orbital quantum number. So you have the relation capital L is equal to root of L into L plus 1 into H cross. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു L ബൈ ദിസ് റിലേഷൻ. ആൻഡ് സാധാരണ നമ്മൾ L മെഷർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ റെഫറൻസ് ഡയറക്ഷൻ അലോങ് ആയിട്ടാണ്. അതിനെയാണ് LZ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി യൂഷ്വലി Z ആക്സിസ് അലോങ് ദി Z ആക്സിസ് ആണ് റെഫറൻസ് ഡയറക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുക. So the Z component of L is restricted as LZ is equal to H cross into ML. So ഇത് തമ്മിലുള്ള LZ-ഉം L-ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്ന cos theta can be defined as ML by root of L into L plus 1. So these are, I think we have already studied these things in our degree classes. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ML എന്ന് പറയുന്നതിന് ഒരു 12+1 വാല്യൂസ് ആണ് പോസിബിൾ. സോ റേഞ്ചിങ് ഫ്രം -L to +L. അതായത് തീറ്റ ഈസ് കോസ് തീറ്റയുടെ വാല്യൂ ഒരു ആർബിട്രറി ആയിട്ട് വാല്യൂസ് എടുക്കാൻ പറ്റില്ല. Since ML can have only 12+1 values ranging from -L to +L, this theta is also restricted. അതുകൊണ്ട് തന്നെ L എന്ന് പറയുന്നത് it is quantized both in direction as well as in magnitude. For orbital angular momentumത്തിന്റെ കേസിൽ it is related to orbital quantum number by the relation, and usually LZ is measured. So LZ is nothing but ML into H cross. So ML is nothing but the component of orbital angular momentum in the direction of the magnetic field. So it can have 2L+1 values ranging from -L to +L. So since ML is quantized, നമ്മുടെ cos theta വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ML ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ആർബിട്രറി ആയിട്ട് സ്പേസിൽ ഇത് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. The L is quantized both in direction as well as in magnitude. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദേ ആർ എക്സിബിറ്റിംഗ് സ്പിൻ മോഷൻ. സോ സ്പിൻ ആംഗുലാർ മൊമെന്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പിൻ ക്വാണ്ടം നമ്പർ ബൈ ദ റിലേഷൻ റൂട്ട് ഓഫ് S into S plus 1 into H cross. Now അതുപോലെ ഒരു റെഫറൻസ് ഡയറക്ഷനിൽ അലോങ് ദി Z ഡിറക്ഷനിലാണ് നമ്മൾ S മെഷർ ചെയ്യുക. സോ S is equal to SZ into H cross. SZന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 2S+1 വാല്യൂസ് പോസിബിൾ ആണ്. വാല്യൂസ് ആർ +½ അല്ലെങ്കിൽ -½ സോ +½ -½ degenerate ആണ്. All the 2L+1 values are degenerate. Similarly S-ന്റെ 2 വാല്യൂസും degenerate ആണ്. ഈ ടോട്ടൽ ആംഗുലാർ മൊമെന്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് ദ ലെറ്റർ J ആണ്. J is equal to L plus S,
അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എച്ച് ക്രോസ് അല്ലെങ്കിൽ എച്ച് ബാർ ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. സോ ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഫോർ എ ഗിവൺ ജെ ഇസഡ് കമ്പോണൻറ്റ് ഓഫ് ജെ ജെ ഇസഡ്. നമ്മൾ എൽ ഇസഡും എസ് ഇസഡും പറഞ്ഞ പോലെ തന്നെ ജെ ഇസഡ് ക്യാൻ ഹാവ് 2j plus 1 വാല്യൂസ്. സോ വിൽ സീ ഇൻ ഡീറ്റെയിൽ ദീസ് തിങ്സ്. ഇനി നമ്മൾ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് വി ആർ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഫോർ 1 ഇലക്ട്രോൺ ആറ്റംസ്. അപ്പോൾ ഗിവൺ എൽ ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു ഹാഫ്. എൽ ഈക്വൽ ടു 0യും തന്നിട്ടുണ്ട്, എസ് ഈക്വൽ ടു ഹാഫ് എന്നും തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ജെ എന്ന് പറയുന്നത് എൽ പ്ലസ് ഹാഫ് ആണ്. സോ ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു 0, 0 പ്ലസ് ഹാഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഇനി ഇവിടെ എൽ ഈക്വൽ ടു 1, എസ് ഈക്വൽ ടു ഹാഫ് ആണ്. സോ ഇവിടെ രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 പ്ലസ് ഹാഫ് ദാറ്റ് ഈസ് 3/2 ആൻഡ് ജെ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഹാഫ് ദാറ്റ് കറസ്പോണ്ട്സ് ടു 1/2. സോ ഡിഫറൻസ് ഇവിടെ നമുക്ക് എൽ ഈക്വൽ ടു 0 ആയിരുന്നു, അതുകൊണ്ടാണ് only a single value of j. Here L equal to 1, so S is equal to half. So obviously 1 plus half and 1 minus half. L plus S മുതൽ L minus S വരെയുള്ള വാല്യൂസ് ജെയ്ക്ക് പോസിബിൾ ആണ്. So this is 1 plus half that is equal to 3/2 and 1 minus half equal to half. And L equal to 2, S equal to half. So this is obviously 2 plus 1/2 that is 5/2 and 2 minus 1/2 that is 3/2. So these are the possible values of J. So corresponding to L is equal to 0 ആണെങ്കിൽ നമുക്ക് S തന്നെയായിരിക്കും J എന്ന് പറയുന്നത്. L equal to 1, S equal to half. Therefore L plus S മുതൽ L minus S വരെയുള്ള values possible ആണ്. And L equal to 2, S equal to half, J can be either 5/2 or J can be 3/2. So this is the case of 1 electron atoms. Miss, ഈ എസിന് -1/2 വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇല്ല, എസിന്റെ വാല്യൂ എപ്പോഴും 1/2 ആണ്. Okay. MS can have plus half or minus half, but S is always having half. Okay. ശരി. ഇനി നമ്മളൊരു സ്റ്റേറ്റിനെ നമ്മൾ സാധാരണ സ്പെക്ട്രോസ്കോപ്പിയിൽ ഓരോ സ്റ്റേറ്റിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേം സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എനർജിയുള്ള ഇലക്ട്രോണിനെ ഒക്യുപ്പൈ ചെയ്യാവുന്ന ഒരു എനർജി ലെവലാണ്. സോ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ വിൽ ബി മാക്സിമം ഇൻ ദാറ്റ് പർട്ടിക്കുലർ എനർജി ലെവൽ. ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂഷ്വലി NLJ എന്നാണ്. പിന്നെ ഒരു മൾട്ടിപ്ലിസിറ്റിയുടെ ടേമും കൂടെ വരും, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റിൽ N എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. J ഈസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഇനി L ഈക്വൽ ടു 0 എന്ന് പറയുന്നത് S സ്റ്റേറ്റ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് L ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ S വരും. L ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P സ്റ്റേറ്റ് ആണ്. L ഈക്വൽ ടു 2 D സ്റ്റേറ്റ്, L ഈക്വൽ ടു 3 F സ്റ്റേറ്റ്. സോ ക്ലിയർ ആകാൻ വേണ്ടി നമുക്കൊരു ഹൈഡ്രജൻ്റെ ഒരു കേസ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് N ഈക്വൽ ടു 1 ആണ്. N ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. S ഈക്വൽ ടു ഹാഫ്. സോ J എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മൾ ടൈം സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്നിൻ്റെ സ്ഥാനത്ത് 1 എഴുതുക. L ഈക്വൽ ടു 0 എന്ന് പറയുന്നത് S സ്റ്റേറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് S എന്ന് എഴുതി. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഹാഫ് ആണ്. സോ ഇത് 1/2 എന്ന് എഴുതുക. ഇനി ഫോർ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ N ഈക്വൽ ടു 2 ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ഈക്വൽ ടു 2 ആണ്. Lന് പക്ഷേ ഈ സമയത്ത് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ഐദർ ഇറ്റ് ക്യാൻ ബി 0 ഓർ ഇറ്റ് ക്യാൻ ബി 1. നമ്മൾ കണ്ടതാണ്. L ഈക്വൽ ടു 0 S സ്റ്റേറ്റ് ആൻഡ് L ഈക്വൽ ടു 1 ഈസ് നത്തിങ് ബട്ട് എ P സ്റ്റേറ്റ്. അപ്പോൾ N ഈക്വൽ ടു 2 L ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ നമുക്ക് 2S ഹാഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. N ഈക്വൽ ടു 2 L ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Jയുടെ വാല്യൂ
ഈസ് L equal to 1 ആണ്. അപ്പോൾ എസ് ഹാഫ് ആണ്. അതുകൊണ്ട് 1 plus half 3/2 and 1 minus half 1/2. അപ്പോൾ ജെയുടെ വാല്യൂസ് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് 2p 3/2 2p ഹാഫും. ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ n equal to 3 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സിമ്പിൾസ് ഒന്ന് എഴുതാവോ? n equal to 3 ആവുമ്പോൾ എല്ലിന് വാല്യൂസ് എത്ര വരും? എല്ലിന് 0 വരും, 1 വരും, 2 വരും. എസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പൊ n equal to 3, L equal to 0യിൽ ഒരു സ്റ്റേറ്റ്, n equal to 3, L equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് സ്റ്റേറ്റ്, ദെൻ n equal to 3, L equal to 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത രണ്ട് സ്റ്റേറ്റ്. എൻ്റെ സ്ക്രീൻ കാണാവോ? കാണാം മിസ്. ആ ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, n equal to n equal to 3 ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 ഈ മൂന്ന് വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ n equal to 3, L equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3s ഹാഫ് ആണ്. കാരണം s is equal to ഹാഫ് എന്ന് നമുക്കറിയാം. അപ്പൊ L plus 0 ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് j is equal to ഹാഫ് ആണ് കിട്ടുക. ഇനി n equal to 3, L equal to 1 എന്ന് പറയുമ്പോൾ എസിന് ഓൾറെഡി ഹാഫ് എന്ന് നമുക്കറിയാം. സോ 1 plus ഹാഫ്, ജെ വാല്യൂസ് പോസിബിൾ ആകുന്നത് 1 plus ഹാഫ്, that is 3/2 and 1 minus half is 1/2. രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. ഇനി n equal to 3, L equal to 2 എന്ന് പറയുന്ന സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എസിൻ്റെ വാല്യൂ അഗൈൻ s is equal to ഹാഫ് തന്നെ. ജെ എന്ന് പറയുന്നത് 2 plus half, that is 5/2 and 2 minus half is nothing but 3/2. സോ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ വരിക. സോ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് n equal to 3, L equal to 1, s is equal to half, j is equal to 3/2, j is equal to 1/2, then n equal to 3, L equal to 2, L equal to 2, s is equal to half, അതുകൊണ്ട് j 5/2, j 3/2. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. L plus s to L minus s വരെയാണോ ജെയുടെ വാല്യൂ എടുക്കുക? മോഡുലസ് ആണ് എടുക്കുന്നത് കേട്ടോ, മോഡുലസ് ഓഫ് L minus s. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L equal to 2, s is equal to ഹാഫില് 5/2 എന്ന് പറയുമ്പോൾ 2.5, 3/2 1.5, അപ്പോ 2 വരില്ലേ ആ വാല്യൂല്? അങ്ങനെ വരും. L equal to 2, s equal to half. അപ്പൊ L plus s എത്ര വരും? 2 into 2 4 plus 1 5/2 വരും. L minus s എന്ത് വരും? 2 minus 1/2, 4 minus 1/2, that is 4 minus 1 the whole divided by 2, that means 3/2. 3/2. ആ രണ്ട് വാല്യൂസ് മാത്രമേ വരുള്ളൂ. വരുള്ളൂ. അപ്പൊ ഇൻഡിജേഴ്സ് വരില്ല അതിന്റെ ഇടയിലുള്ള? അത് നമ്മൾ 1 ഇലക്ട്രോൺ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. s equal to ഹാഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്.
നമ്മളിനി മെനി ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഇൻഡിജേഴ്സ് വരും. ഇവിടെ നമ്മൾ സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എസ് എന്ന് പറയുന്നത് ഹാഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജെയുടെ വാല്യൂ 5/2 3/2 എന്ന് പറഞ്ഞ് കിട്ടിയത്. പക്ഷെ നമ്മളിനി മെനി ഇലക്ട്രോൺ ആറ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോന്നിന്റെയും എസ് വാല്യൂ ആഡ് ചെയ്തെടുക്കണം. സോ വെക്ടോറിയൽ അഡീഷൻ വെച്ചിട്ട് ഓരോന്നിന്റെയും എസ് വാല്യൂം എൽ വാല്യൂം ആഡ് ചെയ്തെടുക്കണം. ആ സമയത്ത് ജെയുടെ വാല്യൂ ഒരിക്കലും ഇങ്ങനെ 5/2 3/2 മാത്രമല്ല വരിക, 5 3 ഓൾ ദീസ് വാല്യൂസ് ആർ പോസിബിൾ. കേട്ടോ? സോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അഗെയിൻ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്ര. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബാമർ സീരീസിൽ ലോ റെസൊല്യൂഷനിൽ നോക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ n=2 3യിൽ നിന്ന് n=2ലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് കണ്ടത്. ഹൈ റെസൊല്യൂഷനിലേക്ക് പോകുമ്പോഴേക്കും യു ക്യാൻ സീ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ലൈൻ. സോ ദർ എക്സിസ്റ്റ് സംതിങ് കോൾഡ് ഓരോ ലൈനും സ്പ്ലിറ്റ് ചെയ്താണ് കാണുന്നത്. സോ എമിഷൻ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ഷോസ് എ ഡബ്ലറ്റ് സ്ട്രക്ചർ. ഈ ഡബ്ലറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതിന്റെ റീസൺ ഈസ് മെയിൻലി ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. അതായത് സ്പിൻ മോഷനുമുണ്ട്, ഓർബിറ്റൽ മോഷനുമുണ്ട്. സോ ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദി ഡബ്ലറ്റ് സ്ട്രക്ചർ. സോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എല്ലാ ജെ വാല്യൂസും ഡീജനറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എൽ വാല്യൂസ് ഡീജനറേറ്റ് ആണ്, എസ് വാല്യൂസ് ഡീജനറേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ 5/2 3/2 അതിന്റെ ഒന്നും ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ല. ഓൾ ദീസ് ഡീജനറേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സിംഗിൾ ലൈൻ സ്പെക്ട്രം എടുത്തത്. പക്ഷേ നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി J=L-12 and J=L+12. Both these levels are going to be having a different energy. So നേരത്തെ നമ്മൾ ഒറ്റ എനർജി ലെവലായിട്ട് എടുത്തത്, now it will split into 2 energy levels. Both are having different energy values. ആൻഡ് ഈ ഡബ്ലറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ എൽ വാല്യൂം എൻ വാല്യൂം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നു. ഇനി ഓരോ ട്രാൻസിഷൻ ഡെൽറ്റ എൽ എൻ എനി വാല്യൂ ഡെൽറ്റ എൽ +or-1, ഡെൽറ്റ ജെ 0 +or-1. ഇതാണ് സെലക്ഷൻ റൂൾ വരുന്നത്. സെലക്ഷൻ റൂൾ ക്വാണ്ടം മെക്കാനിക്കലി ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസിഷൻ നടക്കാം എന്നുള്ളതിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആണ്, സ്പെക്ട്രോസ്കോപ്പിലെ റൂൾസ് ആണ് സെലക്ഷൻ റൂൾസ്. സെലക്ഷൻ റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഓരോ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയും ഒരു ഡൈപോൾ മെട്രിക്സ് എലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഡൈപോൾ മെട്രിക്സ് എലമെന്റിന് ഫൈനൈറ്റ് വാല്യൂ വരുന്ന ട്രാൻസിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം അതിന് അനുസരിച്ചാണ് ഈ സെലക്ഷൻ റൂൾസ് വരിക. സോ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഫൈൻ സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മളുടെ 1s എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ 2sഉം 2pക്കും ഒരേ എനർജി ആയിരുന്നു. ബട്ട് വെൻ യു കൺസിഡർ ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ, നമ്മളിപ്പോൾ കണ്ടു പി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ജെ വാല്യൂസ് പോസിബിൾ ആണ്, 3/2ഉം 1/2. നേരത്തെ 2p എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെവൽ ആയിരുന്നെങ്കിൽ നൗ ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2. അതായത് 3/2 ലെവലിന് ഒരു എനർജി, 1/2 ലെവലിന് ഒരു എനർജി. ഒബ്വിയസ്ലി ഹിയർ ഇറ്റ് ഈസ് എനർജി കേട്ടോ, എനർജിയാണ് വരുന്നത്. സോ ദിസ് നേരത്തെ ഡീജനറേറ്റ് ആയിരുന്ന എനർജി ലെവൽസ് ഡ്യൂ ടു സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ, the degeneracy is removed. Now you have 3/2 level is having one energy and 1/2 level is having another energy. Similarly 3s ലേക്ക് നോക്കുക, 3p ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഒറ്റ ലെവലായിട്ടാണ് ഇത് കാണിച്ചിരുന്നത്. Now it is split into 3/2 and 1/2 and 3d level again 5/2 3/2 and now 4p level again 3/2 1/2, 4d level 5/2 3/2. ഇപ്പൊ ട്രാൻസിഷൻ ഞാൻ ഒരു 1sൽ നിന്നുള്ള ട്രാൻസിഷനെ കാണിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് വൺ ട്രാൻസിഷൻ. 3/2 ലെവലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ, 1/2 ലെവൽ. നേരത്തെ നമ്മൾ 3p 1s എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് കാണിച്ചത്. നൗ ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2.
So previous spectra നിങ്ങൾ നോക്കിയാൽ, so I'll show you once again. പ്രീവിയസ് ലെവലിൽ നമ്മൾ എസ് ഇങ്ങനെയായിരുന്നു, പി സീരീസിൽ നമ്മൾ ഒരൊറ്റ ലെവൽ ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. കാരണം എസും പിയും സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്തിരുന്നില്ല. അഗെയിൻ ഇവിടെ എല്ലാം ഓരോ സിംഗിൾ ലെവൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഓർ ദീസ് ആർ ഡിജനറേറ്റ് എനർജി ലെവൽസ്. നൗ ഡ്യൂ ടു സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ദ ഡീജനറസി ഈസ് റിമൂവ്ഡ്. അപ്പോൾ ഓരോ ജെ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എനർജി ലെവൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് 3/2 പി ലെവലിൽ നിന്ന് എസിലേക്ക് ഒരു ട്രാൻസിഷൻ, 3/2 നിന്ന് 1/2 നിന്ന് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അഗെയിൻ 3/2, 1/2. So each line is split into two due to spin orbit interaction. So this is actually known as the fine structure of hydrogen spectra. So fine structure arises mainly due to the spin orbit interaction. Spin orbit interaction മൂലം ഡീജനറേറ്റ് ആയിരുന്ന എനർജി ലെവൽസിന്റെ ഡീജനറസി ലിഫ്റ്റ് ചെയ്തു. അതായത് 1 ലെവലിന് ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് ലെവലിന് ഒരു ഹയർ എനർജിയും എൽ മൈനസ് എസ് ജനറൽ ലെവലിന് ഒരു ലോ എനർജിയും വന്നു. സോ ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2. അപ്പോൾ പി ലെവലിൽ നിന്ന് ഒരു സിംഗിൾ ട്രാൻസിഷന് പകരം നമുക്ക് 2 ലൈൻസ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് ദി ഡബ്ലറ്റ്. സോ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് മെയിൻലി ഡ്യൂ ടു സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ഇൻ എനി കേസ്. പിന്നീട് നമ്മൾ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിലേക്ക് പോകും. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പം അത് വീണ്ടും ന്യൂക്ലിയർ സ്പിന്നും ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി ഹൈപ്പർ ഫൈൻ സ്ട്രക്ചറിലേക്ക് പോകുന്നത്. ബട്ട് ഫോർ ദ ടൈം ബീങ് വി വിൽ കൺസിഡർ ഓൺലി ദ ഫൈൻ സ്ട്രക്ചർ. So there is an interaction between spin angular momentum and the orbital angular momentum, and due to this the energy levels are with different J values have different energy values, and ultimately instead of having a single line you will end up with doublet structure in case of hydrogen. So each line is made up of 2 lines. So this is due to spin orbit interaction. So ഒരു 2 ട്രാൻസിഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. യു ക്യാൻ ഹാവ് മെനി ട്രാൻസിഷൻസ് ആസ് പോസിബിൾ. 4Pയിൽ നിന്ന് എസിലേക്കുള്ള ട്രാൻസിഷൻ പി സീരീസ് വരയ്ക്കാം, അതുപോലെ എസ് സീരീസ് വരയ്ക്കാം, എഫ് സീരീസ് വരയ്ക്കാം, ഡി സീരീസ് വരയ്ക്കാം. ഓൾ ദീസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു 2 ഡ്യൂ ടു സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആദ്യം നമ്മൾ ഹൈഡ്രജന്റെ ഓരോ ഭാഗം എടുത്തു നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ എൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ലൈമാൻ ബാമർ പാഷൻ ബ്രാക്കറ്റ് സീരീസ് വരച്ചത്. പിന്നീട് നമ്മൾ സബ് ലെവലിലേക്ക് വരച്ചു, SP D വെച്ചിട്ട് വരച്ചു. ദെൻ നമ്മൾ ഫൈനലി സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് കാണിച്ചിട്ട് ഹൈഡ്രജന്റെ ഡബ്ലറ്റ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെ കേസിലേക്കാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ എല്ലാത്തിൻ്റെയും ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. സോ സാധാരണ ഒരു ഒപ്റ്റിക്കൽ സ്പെക്ട്ര തരുന്നത് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് മെയിൻ ആയിട്ട് ഒപ്റ്റിക്കൽ സ്പെക്ട്രയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആർ ബേസിക്കലി ഒരു എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഔട്ടർ ഷെല്ലുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ സിംഗിൾ ഇലക്ട്രോൺ ആണ്. സോ എസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഇതിന്റെ എല്ലാത്തിന്റെയും കേസിൽ ഔട്ടർ ഷെല്ലില് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഹൈഡ്രജനും ബാക്കി ആൽക്കലി മെറ്റൽസും എല്ലാം ഗ്രൂപ്പ് 1 ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് വരുന്നത്. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s1, 1s2, 2s2, 2p6, 3s1. ഇവിടെ നമ്മുടെ ഫില്ലിംഗ് നടക്കുന്നത് ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s1. So 4s2, 4p6, 5s1. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. 3p6, 3d, 10,
like that it goes. So we are basically interested only in the outer number of electrons in the outer shell. എല്ലാത്തിൻ്റെയും കേസിൽ ഒരു S ഇലക്ട്രോൺ ആണ് ഔട്ടർ ഷെല്ലിൽ വരിക. So in what way the spectra of alkali metals different from hydrogen spectrum? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കേസിൽ ഇന്നർ ഷെല്ലിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കേസിൽ 1s1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹിയർ ഇറ്റ് ഈസ് 1s2. ആസ് ദ നമ്പർ ഇൻക്രീസസ് ദ number of electrons in the inner shell is more and more. So whether these have any role in the spectra, അതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. Except hydrogen, for all other elements, the valence electron moves in a net field of core electrons and nucleus. അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് Z into E വരും. that is plus ZD if Z is the atomic number. കോർ ഇലക്ട്രോൺസിന്റെ, അതായത് ഔട്ടർ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒഴിച്ച് ബാക്കി വരുന്ന ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് Z-1 into E വരും. സോ ഈ ഒരു ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഒരു Z-1 കോർ ഇലക്ട്രോൺസും ZD എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസിന്റെ ചാർജിന്റെയും അറൗണ്ട് ആയിട്ടാണ് ഈ വാലൻസ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, unlike in case of hydrogen. So if you look at the absorption spectra, alkali metals in the absorption spectra is very much similar to hydrogen, പക്ഷേ there are some differences. These അത് നമ്മുടെ ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ P values, L values എല്ലാം slightly displaced ആണ് towards longer wavelength. അതുപോലെ എല്ലിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ വേരിയസ് എനർജി ലെവൽസ് ഓൾസോ ഡിക്രീസസ്. മെയിനായിട്ട് ആൽക്കലി സ്പെക്ട്രത്തിലുള്ള ലൈൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ഷാർപ്പ് സീരീസ്. ഷാർപ്പ് സീരീസ് എന്ന് പറയുന്നത് എസിലേക്ക് വരുന്നതാണ്. പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറയുന്നത് പിയിലേക്ക് വരുന്നതാണ്. ദെൻ ഡിഫ്യൂസ് സീരീസ് ഡിയിലേക്ക് വരുന്നത്. ഫണ്ടമെന്റൽ സീരീസ് എന്ന് പറയുന്നത് F-ലേക്ക് വരുന്നത്. സോ ഫണ്ടമെന്റൽ സീരീസിനെ ബർഗ്മാൻ സീരീസ് എന്നും വിളിക്കും. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സീരീസ് ആണ് ആൽക്കലി സ്പെക്ട്രത്തിൽ. നമ്മൾ നേരത്തെ S സീരീസ്, P സീരീസ്, D സീരീസ് എന്ന് പറഞ്ഞ പോലെ ഹൈഡ്രജന്റെ കേസിൽ പറഞ്ഞതുപോലെ ഹിയർ ഇറ്റ് ഈസ് ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ് ആൻഡ് ഫണ്ടമെന്റൽ സീരീസ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് നോക്കുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എസ് ലെവല് ഇത് നമ്മൾ സോഡിയത്തിന്റെ കേസാണ് എടുക്കുന്നത്. സോഡിയം ആയതുകൊണ്ടാണ് 3s ലെവൽ എന്ന് കാണിച്ചിരിക്കുന്നത്. സോഡിയത്തിന്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ ന്യൂക്ലിയസിന്റെ ചാർജ് +11 E ആണ്. ഔട്ടർ ഷെല്ലിലൂടെ പോകുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം 10E നെഗറ്റീവ് ചാർജും ഉണ്ട്, ഒരു +11E പോസിറ്റീവ് ചാർജും ഉണ്ട്. സോ ഈ വാലൻസ് ഇലക്ട്രോൺ ഈ ഒരു ഫീൽഡിലാണ് റൺ ചെയ്യുന്നത്. നൗ നമ്മൾ നേരത്തെ ഹൈഡ്രജന്റെ കേസ് എടുക്കുമ്പോൾ 3sഉം 3pയും എസും പിയും ഒരേ ലെവലിലായിരുന്നു. അതുപോലെ 4s ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4sഉം 4pയും ഒരേ ലെവലായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3sന് ഒരു എനർജി വാല്യൂ ആണ്, 3pക്ക് വേറൊരു എനർജി വാല്യൂ ആണ്, 3dക്ക് വേറൊരു എനർജി വാല്യൂ ആണ്. അതായത് എനർജി ലെവൽസ് നമ്മൾ ഹൈഡ്രജന്റെ കേസിൽ എൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ്, in case of alkali metals, the energy values depends on the value of L. എല്ലിൻ്റെ വാല്യൂവിന് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ 3sഉം 3pയും തമ്മിലുള്ള സെപ്പറേഷൻ ഇത്രയുമാണെങ്കിൽ 4sഉം 4pയും തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു. 5sഉം 5pയും തമ്മിലുള്ള സെപ്പറേഷനും കുറഞ്ഞു വരും. 6sഉം 6pയും തമ്മിലുള്ള സെപ്പറേഷനും കുറഞ്ഞു വരും. അതായത് നമ്മൾ -13.6/n² എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഇതിൻ്റെ കേസിൽ വാലിഡ് അല്ല. കാരണം എനർജി എന്ന് പറയുന്നത് എന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, എൽ വാല്യൂവിനെയും
ഡിപ്പെൻഡ് ചെയ്തു. ഓരോ എൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിഫറെൻറ്റ് എനർജിയാണ് ഈ ഒരു കേസിൽ വരുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ 3s-ഉം 3p-യും ഒരുമിച്ചായിരുന്നെങ്കിൽ നൗ ദ 3p ലെവൽ ഈസ് ലിഫ്റ്റഡ്, 3p ഇവിടെയായി. ആൻഡ് സെപ്പറേഷൻ 3s-ഉം 3p-യും തമ്മിലുള്ള സെപ്പറേഷൻ ലാർജ് ആണെങ്കിൽ 4s-ഉം 4p-യും തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞാണ് വരുന്നത്. സോ എസിൽ നിന്ന് പിയിലേക്ക് വരുന്ന ട്രാൻസിഷനെ നമ്മൾ ഷാർപ്പ് സീരീസ് എന്ന് പറയും. ഡിയിൽ നിന്ന് വരുന്ന പിയിലേക്ക് വരുന്ന ട്രാൻസിഷനെ ഡിഫ്യൂസ് സീരീസ് എന്ന് പറയും. പിയിൽ നിന്ന് എസിലേക്ക് വരുന്നതിനെ പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറയും. എഫിൽ വരുന്നതിനെ ബർഗ്മാൻ സീരീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സീരീസ് എന്ന് പറയും. സോ സോഡിയത്തിൻ്റെ എനർജി ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർഡ് ടു ഹൈഡ്രജൻ സ്പെക്ട്രം രണ്ടും കൂടെ ഒരു കമ്പാരിസൺ ഞാൻ വെച്ചിട്ടുണ്ട്. So earlier it was 1s minus 13.1 electron volt, 13.6 electron volt ആയിരുന്നു. Now 3s, you can see that 3s and 3p level lies in the same level, energy level 3p 3d. പക്ഷേ ഇവിടെ എന്താ 3s 3p 3d all are having different energy levels. So levels with different L values have different energy levels. That means എനർജി വാല്യൂ എന്ന് പറയുന്നത് എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ആൽക്കലി മെറ്റൽസ്, വെറാസ് ഇൻ ഹൈഡ്രജൻ ദ എനർജി വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ എൻ വാല്യൂ ഓൺലി. അതുകൊണ്ടാണ് നമ്മൾ ഒരേ എൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് എല്ലിനല്ല ഒരേ വാല്യൂ ഓഫ് എനർജിയാണ് ഇവിടെയും നമ്മൾ 4s-ഉം 3s-ഉം തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് യു ക്യാൻ സീ ദാറ്റ് ഹിയർ 3s and 3p സെപ്പറേഷൻ ിനേക്കാളും കുറവാണ് 4s-ഉം 4p-യും തമ്മിലുള്ള സെപ്പറേഷൻ. ആൻഡ് ഈച്ച് ലെവൽ എൽ വാല്യൂവിന് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ആണ്. സോ ദിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ദ effective number of electrons present or the effective charge. Now there are large number of core electrons present as well as the nucleus is also having a charge. Adinte influence moolam there occurs some screening effect, and because of this screening effect the spectra is alkali metals is different from hydrogen. So hydrogen la it purely depends on N value, whereas in case of alkali metals the different L values have different energy levels. So mathematically ഇതിന്റെ പ്രൂഫ് ഉണ്ട്, നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇനി ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് പെനിട്രേറ്റിംഗും നോൺ പെനിട്രേറ്റിംഗ് ഓർബിറ്റ് ആണ്. ഇപ്പം ഇഫ് യു ഹാവ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോറിലുണ്ടെങ്കിലും ഔട്ടർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ്, ഇതിപ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് നമ്മളിവിടെ കാണിക്കുന്ന ഈ ചെറിയ സ്പോട്ടാണ് ന്യൂക്ലിയസ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് Z-1 ഇലക്ട്രോൺസ് ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ദ ഔട്ടർ ഇലക്ട്രോൺ. സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇലക്ട്രോണിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഈ ഇത് കോറിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തു വരുന്ന ഓർബിറ്റിന്റെ കേസിലാണ് മെയിൻ ആയിട്ട് ഷിഫ്റ്റിംഗ് ഓഫ് എനർജി ലെവൽസ് കമ്പയർഡ് ടു ഹൈഡ്രജൻ സ്പെക്ട്ര ടേക്ക് പ്ലേസ്. വെറാസ് ഇൻ ദിസ് കേസ് യു ക്യാൻ സീ this is a non-penetrating orbit. Here you have the nucleus. It is surrounded by Z-1 electron, and this orbit, this is the orbit of electron. So this electron is moving in a non-penetrating orbit. So ഈ ഒരു കേസിൽ ഇങ്ങനെ വരുന്ന സ്പെക്ട്രത്തിൽ if the orbit is non-penetrating, the spectrum will be exactly similar to hydrogen. If the orbit is a penetrating orbit, it will be influenced by the charge of the nucleus as well as the charge of the core electron. So there will be shifting of energy levels. So mainly penetrating orbits ആണ് ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് ഡീവിയേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നത്. സോ ദിസ് ഇസ് ദ ക്ലാസിക്കൽ എക്സ്പ്ലനേഷൻ ഫോർ ദി ഡീവിയേഷൻ. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻ വാട്ട് വേ ആൽക്കലി സ്പെക്ട്രം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹൈഡ്രജൻ ഈവൻ ദോ ഓൾ ഓഫ് ദീസ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1 ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് ഇതെല്ലാം വരുന്നത്. എന്നാലും ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ മെയിനായിട്ട് കണ്ടത്.
hope you are okay with it. ഇനി നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത് ഇൻറ്റൻസിറ്റി റൂൾസ്. അതായത് ഓരോ ട്രാൻസിഷനും സ്പെക്ട്രൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഏത് ലൈൻ ആയിരിക്കും ഏറ്റവും പ്രോമിനൻ്റ്. ചില ലൈൻസ് പ്രോമിനൻ്റ് ആയിട്ട് കാണാം, ചില ലൈൻസ് ഫെയ്ഡ് ആയിട്ടേ കാണുള്ളൂ. അപ്പം ഈ ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി ഏത് ഫാക്ടറിനെയാണ് ഗവേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. സോ ഒരു സ്പെക്ട്രൽ ട്രാൻസിഷനിലെ സ്ട്രോങ്ങസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് one which arises due to transitions for which J and L change in the same way. അതായത് L വാല്യൂം J വാല്യൂം ഒരേപോലെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ then that transition can be considered as an intense transition. So if there are more than one such lines, രണ്ട് ലൈൻ ഒരേപോലെ ജെയുടെ എൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ദ ലൈൻ ഇൻവോൾവിംഗ് ദ ലാർജസ്റ്റ് ജെ ആണ് സ്ട്രോങ്ങസ്റ്റ്. സോ ദിസ് ഈസ് റൂൾ നമ്പർ 1. ഇനി അതായത് ഡെൽറ്റ എൽ +1 ആണ്, ഡെൽറ്റ ജെയും +1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ സ്ട്രോങ് ആയിരിക്കും. ഇനി ജെ 5/2 ഒരു ജെ 5/2 ആണ്, വേറൊരു ജെ 3/2 ആണെങ്കിൽ ലാർജസ്റ്റ് ജെ ആണോ ജെ ഏതിനാണോ അതായിരിക്കും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത്. ഇനി sum of intensities of all lines corresponding to transition from a given level is proportional to the statistical weight of that level. അതായത് ഒരു പർട്ടിക്കുലർ ലൈനിലേക്ക് ഒരു ഗിവൺ ലെവലിൽ നിന്ന് സം ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഓൾ ലൈൻസ് കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ഫ്രം എ ഗിവൺ ലെവൽ, ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഡിഫറെൻറ്റ് ലെവലിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ ഓർ വേരിയസ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഏത് ലെവലിൽ നിന്നാണോ അത് ഒറിജിനേറ്റ് ചെയ്ത് ആ ലെവലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം വെയിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് എന്ന് പറയുന്നത് 2J+1 ആണ്, അതിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ സം ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഓൾ ലൈൻസ് വിച്ച് എൻഡ് ഓൺ എ കോമൺ ലെവൽ, ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ലൈനിൻ്റെ ഇൻറ്റൻസിറ്റീസ് എന്ന് പറയുന്നത് ക്വാണ്ടം വെയിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ ആയിരിക്കും എന്നാണ് ഇൻറ്റൻസിറ്റി റൂള് പറയുന്നത്. സോ ക്ലിയർ ആകാൻ വേണ്ടി വിൽ ഡു വൺ പ്രോബ്ലം. അപ്പോൾ ഫണ്ടമെൻ്റൽ സീരീസിൻ്റെ ആണ്. ഫണ്ടമെൻ്റൽ സീരീസ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 2D 5/2, 2D 3/2. സോ 2F 7/2, 2F 5/2. അപ്പോൾ 2D 5/2 നിന്ന് 7/2ലേക്കും 2D 5/2 നിന്ന് 2F 5/2 അങ്ങനെ ഒരു ട്രാൻസിഷൻ ആണ് ഫണ്ടമെൻ്റൽ സീരീസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് സ്പെക്ട്രം എടുത്താൽ നമുക്ക് കാണാം ഫണ്ടമെൻ്റൽ സീരീസ്. സോ ബർഗ്മാൻ സീരീസ് തന്നെയാണ് ഫണ്ടമെൻ്റൽ സീരീസ്. സോ എഫിൽ നിന്ന് ഡിയിലേക്ക് നടത്തുന്ന ട്രാൻസിഷൻ, അതുപോലെ 5Fൽ നിന്ന് 4Dയിലേക്ക് നടത്തുന്ന ഒരു ട്രാൻസിഷൻ. So all these belongs to fundamental series. So fundamental seriesലെ ക്വാണ്ടം വെയിറ്റ് നമ്മൾ ഓരോ സീരീസിനെയും ഡിനോട്ട് ചെയ്തു. ഇതാണ് നമ്മൾ നോക്കുന്നത് 5/2ൽ നിന്ന് എഫിലേക്കും 3/2ൽ നിന്ന് എഫ് ദെൻ 5/2 രണ്ട് ലെവല്. സോ ഇതിലെ 2D 5/2ലെ 5/2 എന്ന് പറയുന്നത് ജെ വാല്യൂ ആണ്. 3/2 is also another J value. So here it is 7/2 and 5/2 are the J values. ഇനി ഓരോ ലെവലിലെയും ക്വാണ്ടം വെയിറ്റ് ആണ്. 2D 5/2ന്റെ ക്വാണ്ടം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2J+1, that is 2 into 5/2 plus 1, that is nothing but 6 എന്ന് കിട്ടി. ഇവിടെ 2 into 3/2 plus 1 വരും, that is equal to 4 വരും. അതുപോലെ 2F 7/2ന്റെ ക്വാണ്ടം വെയിറ്റ് 8 ആണ്. 2F 5/2ന്റെ ക്വാണ്ടം വെയിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ADBC എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഇത് എ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ആണ്. ഇൻറ്റൻസിറ്റി ഏത് ഇൻറ്റൻസിറ്റിയാണ്? 2D 5/2ൽ നിന്ന് 2F 7/2ലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ആ ട്രാൻസിഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ 3/2ൽ നിന്ന് 7/2ലേക്ക് നടക്കുന്ന ട്രാൻസിഷൻ്റെ ഇൻറ്റൻസിറ്റി, 5/2ൽ നിന്ന് 5/2ലേക്ക് നടക്കുന്ന ട്രാൻസിഷൻ, ദെൻ 2D 3/2ൽ നിന്ന് 5/2ലേക്ക് നടക്കുന്ന ട്രാൻസിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡി എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. കാരണം ഇവിടെ 3/2ൽ നിന്ന് 7/2ലേക്ക് ഒരു ട്രാൻസിഷൻ നടന്നാൽ
ഡെൽറ്റ ജെയുടെ വാല്യൂ +or-1 എന്നുള്ള റെസ്ട്രിക്ഷൻ ക്വാണ്ടം മെക്കാനിക്കലി അത് പോസിബിൾ അല്ല, അങ്ങനെ ഒരു ട്രാൻസിഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിയുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ ഓരോ ലെവലിന്റെയും ഇന്റൻസിറ്റി നോക്കാം. ഫസ്റ്റ് A/B+C. അപ്പൊ നമ്മുടെ റൂൾ അനുസരിച്ച് എയുടെ ക്വാണ്ടം വെയിറ്റ് എന്ന് പറയുന്നത് A ഡിവൈഡഡ് ബൈ B+C. സോ ഈ ഒരു ലെവലിലേക്കാണ് ട്രാൻസിഷൻ നടന്നത്. സോ 7/2 ആയിരുന്നു, അതുകൊണ്ട് ക്വാണ്ടം വെയിറ്റ് 8 ആണ്. സോ 8 കിട്ടി. B+C എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെവലിലേക്കാണ്? F5/2 ലെവലിലേക്കാണ് ട്രാൻസിഷൻ നടന്നത്. അപ്പൊ ഏത് ലെവലിലേക്കാണോ വരുന്നത് ആ ട്രാൻസിഷൻ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം വെയിറ്റ് ആണ്. അതായത് 2D 5/2 നിന്ന് 2F 5/2ലേക്കും 2D 3/2 നിന്ന് 2F 5/2ലേക്കും നടന്ന ട്രാൻസിഷൻ ആണ്. അപ്പൊ 2F 5/2ലേക്കാണ് ഈ രണ്ട് ട്രാൻസിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലെവലിന്റെ ക്വാണ്ടം വെയിറ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ രണ്ട് ലൈനിന്റെ ഇന്റൻസിറ്റി. അതാണ് നമ്മൾ പ്രീവിയസ് പറഞ്ഞത്, ദ സം ഓഫ് ഇന്റൻസിറ്റീസ് of all lines which end on a common level is proportional to quantum weight of that level. അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ ഈ ലെവലിന്റെ ക്വാണ്ടം വെയിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ 8 ഡിവൈഡഡ് ബൈ 6 വരും. ആൻഡ് നൗ A+B എന്ന് ഉദ്ദേശിക്കുന്നത് A+B. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 2F 7/2 നിന്നും 2F 5/2 നിന്നും എങ്ങോട്ടാണ് ട്രാൻസിഷൻ നടന്നത്? 2D 5/2ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കോമൺ ലെവൽ എന്ന് പറയുന്നത് 2D 5/2 ആണ്. അപ്പം ഇതിന്റെ ക്വാണ്ടം വെയിറ്റിനോട് ഈക്വലന്റ് ആയിരിക്കും ഈ ഒരു സീരീസിന്റെ ഇന്റൻസിറ്റി, ഈ ഒരു A+Bയുടെ ഇന്റൻസിറ്റി. അപ്പൊ A+B എന്ന് പറയുന്നത് 6 ആയിരിക്കും. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4. സോ 6 A+B divided by 4. C is nothing but 6/4. So the intensity നമ്മളിത് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ 6A is equal to 8B into B+C കിട്ടും. ഇത് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് A/B/C is equal to 20:1:14 എന്ന് കിട്ടും. സോ ഈ രീതിയിൽ ആണ് നമ്മൾ ഓരോ സ്പെക്ട്രൽ ലൈനിന്റെയും ഇന്റൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആയോ? ഇന്റൻസിറ്റി റൂൾ ഏത് ലെവൽ, രണ്ട് ലെവലിലേക്ക് നിന്ന് ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ആ രണ്ട് ലൈനിന്റെയും ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഏത് ലെവലിലേക്കാണോ ട്രാൻസിഷൻ നടന്നത് ആ ലെവലിന്റെ ക്വാണ്ടം വെയിറ്റ്, ദാറ്റ് മീൻസ് 2J+1 ഈക്വൽ, അല്ലെങ്കിൽ ഡിജനറസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ അതിനോട് ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ 2J+1 ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഡീജനറസിനെയാണ്. അത് ഡീജനറസി ലിഫ്റ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് സിറ്റുവേഷനിലാണ്, ഇന്ററാക്ഷൻ വരുമ്പോഴാണ്. സോ മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. നമ്മൾ ഇനി കാണുന്നത്, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത 1 ഇലക്ട്രോൺ ആണ്. ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ വരുന്ന കേസാണ്. നമ്മൾ ഇനി പോകുന്നത് എങ്ങനെയാണ് മോർ ദാൻ 1 ഇലക്ട്രോൺ വരികയാണെങ്കിൽ എങ്ങനെയാണ് എല്ലും എസും ജെയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം അതിനായിട്ട് രണ്ട് സ്കീമാണ് യൂസ് ചെയ്യുന്നത്. വൺ ഈസ് LS കപ്ലിംഗ് ആൻഡ് ദ അതർ വൺ ഈസ് JJ കപ്ലിംഗ്, വിച്ച് യു ഹാവ് ഓൾറെഡി ഫെമിലിയറൈസ്ഡ്. എങ്കിലും നമുക്കൊന്ന് നമ്മുടെ നോളജ് ബ്രഷ് അപ്പ് ചെയ്യാം. സോ മെനി ഇലക്ട്രോൺ ആറ്റത്തിന്റെ കേസിൽ ഒരു സ്കീം എന്ന് പറയുന്നത് LS കപ്ലിംഗ് ആണ്. LS കപ്ലിംഗിൽ L = L1+. നമ്മൾ ചെയ്യുന്നത് ഇതാണ്, രണ്ടോ അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ആഡ് ചെയ്യും. സോ ദാറ്റ് വിൽ ഗിവ് യു സമ്മേഷൻ Li. And then S will be added. All the S values will be added. So this gives you Si. And your J, vectorial addition, J is equal to L+S. So L+S എന്ന് പറയുമ്പോൾ വെക്ടോറിയൽ അഡീഷൻ ആണ്. ഇതിന്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് L+S മുതൽ മോഡുലസ് ഓഫ് L - S വരെയുള്ള വാല്യൂസ് പോസിബിൾ ആയിരിക്കും. സോ
So for L greater than or equal to S, there are 2S plus 1 values of J, and for L less than S, there are 2L plus 1 values of J. So idana main aayittu. So individually add the L values of all the electrons, then add the S values, and then find out the J values. So ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, LS കപ്ലിംഗ് ബിറ്റ്വീൻ P ആൻഡ് D ഇലക്ട്രോൺ. ഇത് ശ്രദ്ധിച്ചിരിക്കുക. P ഇലക്ട്രോണിന്റെ കേസിൽ നമുക്കറിയാം L ഈക്വൽ ടു 1 ആണ്. D ഇലക്ട്രോണിന്റെ കേസിൽ L ഈക്വൽ ടു 2 ആണ്. സോ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് LL കപ്ലിംഗ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 2+1 മുതൽ 2-1 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. സോ 3 മാത്രം എഴുതിയാൽ പോരാ. ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു 3, 2, 1. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. നോട്ട് ലൈക്ക് യൂഷ്വൽ അഡീഷൻ. സോ ഇറ്റ് ഈസ് LL കപ്ലിംഗ് വിൽ ഗീവ് യു L1 പ്ലസ് L2 മുതൽ L1 മൈനസ് L2 വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ 2 1 3, ദെൻ L1 പ്ലസ് L2 മൈനസ് 1. സോ ദാറ്റ് ഈസ് 2, ദെൻ മോഡുലസ് ഓഫ് L1 മൈനസ് L2. L1 minus L2 is nothing but 2 minus 1, 1. So capital L ന്റെ വാല്യൂസ് പോസിബിൾ ആകുന്നത് 3, 2, 1. ഇത്രയും വാല്യൂസ് ആർ പോസിബിൾ ഫോർ ക്യാപിറ്റൽ L. ഇനി S1 ഈക്വൽ ടു ഹാഫ്, S2 ഈക്വൽ ടു ഹാഫ്. 2 ഇലക്ട്രോൺ ആണ്. നമ്മളെപ്പോഴും പറയും സ്പിൻ S എന്ന് പറയുന്നത് എപ്പോഴും ഹാഫ് ആണ്. അപ്പോൾ ഇതിന്റെ വെക്ടോറിയൽ അഡീഷൻ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഹാഫ് പ്ലസ് ഹാഫ് 1 ആൻഡ് ഹാഫ് മൈനസ് ഹാഫ്, ദാറ്റ് ഈസ് 0. So 2 values of S are possible. അപ്പോൾ Lന് 3 വാല്യൂസും ഉണ്ട്, Sന് 0, 1. ഇനി നമ്മൾ ഓരോ സ്പെഷ്യൽ കേസും എടുക്കണം. S is equal to 0, L equal to 3 എന്ന് പറയുമ്പോൾ J is equal to 3 വരും. S is equal to 0, L equal to 2 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് J equal to 2, ആൻഡ് S is equal to 0, L equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് Jയുടെ വാല്യൂ 1. ഇനി there is something called multiplicity of a spectral term. എത്രയായിട്ടാണ് ഒരു സ്പെക്ട്രൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ മൾട്ടിപ്ലിസിറ്റി സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് 2S plus 1 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ S is equal to 0 ആകുമ്പോൾ 2S plus 1 is nothing but 1. അപ്പോൾ നമ്മുടെ ടേം സിമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിക്കുക. S equal to 0, L equal to 3, 2, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള J വാല്യൂസ് 1, 2, 3. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന 1. സാധാരണ മൾട്ടിപ്ലിസിറ്റി ഒരു മോളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ നേരെ എഴുതും, സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് മൾട്ടിപ്ലിസിറ്റി. ദെൻ ദിസ് ഇസ് L വാല്യൂ ആൻഡ് ദിസ് ഇസ് J വാല്യൂ. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ 1 P1, 1 D2, 1 F3. So these are the term symbols associated with S equal to 0. ഇനി S equal to 1, L equal to 1 ആവുമ്പോൾ എന്ത് സംഭവിക്കും? Jയുടെ വാല്യൂ എത്ര വരും? 1 plus 1, 2, 1 minus 1, 0. So 2, 1, 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സിമ്പിൾസ് S equal to 1ന്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2S plus 1 equal to 3 ആണ്. So the term symbols are 3P0 കാരണം L equal to 1 ആണ്. Then 3P1 and 3P2. So these are the term symbols corresponds to S equal to 1, L equal to 1. ഇനി S equal to 1, L equal to 2 ആകുമ്പോൾ എന്ത് വരും? 2 plus 1, 3 വന്നു, 2 minus 1, 1. അപ്പോൾ 3, 2, 1. L equal to 2 എന്ന് പറയുന്നത് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു D സ്റ്റേറ്റിനാണ്. 3 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ആണ്. സിൻസ് S is equal to 1, so 3D 1, 2, 3. It's a triplet. Then S equal to 1, L equal to 3. J values are 4, 3, 2. So 3F, 2, 3, 4. So you can see that ഒരു P ഇലക്ട്രോണും D ഇലക്ട്രോണും തമ്മിലുള്ള കപ്ലിംഗ് നടന്നിട്ട് there are large number of states. Different number of states are possible. So ഓരോ സ്റ്റേറ്റ്, ഇവിടെ 3 സ്റ്റേറ്റ്, ഹിയർ യു ഹാവ് 3 സ്റ്റേറ്റ്സ്, ഹിയർ ഓൾസോ 3 സ്റ്റേറ്റ്, ഹിയർ ഓൾസോ 3 സ്റ്റേറ്റ്. അങ്ങനെ ഓൾ ടുഗെദർ 12 സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടി. സോ
ഈ രീതിയിൽ അപ്പോൾ ഇൻഡിവിജ്വൽ എല്ലും എല്ലും കൂടെ ആഡ് ചെയ്യുക, LL കപ്ലിംഗ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ L വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് S1ഉം S2ഉം കൂടെ ആഡ് ചെയ്യുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ S വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ക്യാപിറ്റൽ Lനെയും ക്യാപിറ്റൽ Sനെയും കപ്പിൾ ചെയ്യുക. സോ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള J വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് we have to assign the term symbols like this. ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക. L വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലി L1 + L2 എഴുതാതെ L1 + L2 മുതൽ L1 മോഡുലസ് ഓഫ് L1 - L2 വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. സിമിലർലി എസിന്റെ കേസിലും അത് തന്നെ, ജെയുടെ കേസിലും ഇതേ ഒരു റൂള് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഇനി അടുത്തത് JJ കപ്ലിംഗ് ആണ്. JJ കപ്ലിംഗ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായോ? മുബാഷ് സാറേ ഒരു ബ്രേക്ക് ആയാലോ? ഒരു മിനിറ്റ്. ടീച്ചറെ ബ്രേക്ക് ആവും. ഒരു 1/4 മണിക്കൂർ എടുത്തിട്ട് അവർ വന്നോട്ടെ. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് 11:45 നിങ്ങൾ കയറിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് JJ കപ്ലിംഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ഓക്കെ.
നസീമ, നിങ്ങൾക്ക് ചായ എന്തെങ്കിലും? ഗൂഗിൾ ഡ്രൈവിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിന്റെ വീഡിയോ. ഞാനൊരു ഉദ്ദേശിച്ച അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 1 മണിക്കൂർ, 1.25 മണിക്കൂറിന്റെ കണ്ടന്റ് ആണ്. അതായത് മൊത്തം ക്ലാസ്സിന്റെ ഒരു 2/3 പ്ലാൻ ചെയ്തതിന്റെ ഒരു 2/3 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. അത് ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ തീർക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 ഡയമെൻഷണൽ പ്രോബ്ലം അങ്ങനെ നോക്കാം. ശരി.
മുബാഷ് സാറെ തുടങ്ങാം. യെസ് ടീച്ചർ, സ്റ്റാർട്ട് ചെയ്യാം. ശരി. സോ ഇനി നമ്മൾ പോകുന്നത് JJ കപ്ലിങ്ങിലേക്കാണ്. അപ്പോൾ JJ കപ്ലിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എല്ലും എസ്സും തമ്മിൽ ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെയും ആഡ് ചെയ്യും. സോ യു ഹാവ് J1 is equal to L1 plus S1 and J2 is equal to L2 plus S2, and the individual J's will be added. So J1 plus J2 plus etc. Summation Ji. So clear ആവാൻ നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ PD കോൺഫിഗറേഷനിലേക്ക് നോക്കുകയാണ്. അതിൽ ഫസ്റ്റ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ S1 ഹാഫ് L1 1, second electron S2 half L2 2. So J1 എന്ന് പറയുന്നത് 3/2 half, രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്. അതായത് 1/2 plus 1 that is 3/2, 1/2 minus 1 that is half. J2വിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 5/2, 3/2. ബിക്കോസ് J2 നമുക്ക് കിട്ടാനായിട്ട് S2 ഹാഫ് ആണ്, L2 2 ആണ്. 2 plus half will give you 5/2, 2 minus half will give you 3/2. So your J1 will be 1/2. നമ്മൾ ഓരോ കോമ്പിനേഷൻ എടുക്കുകയാണ്. J1 3/2, 1/2, J2 5/2, 3/2. ഇനി ഫസ്റ്റ് നമ്മൾ J1ൻ്റെ 1/2 എടുത്തു, J2ൻ്റെ 3/2 എടുത്തു. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 plus 3/2 that is 4/2, that is 2. 1/2 minus 3/2 that is 1. So രണ്ട് വാല്യൂസ് ഓഫ് J പോസിബിൾ ആണ്. J is equal to 2, 1. ഇനി J1 3/2 എടുത്തു. അതായത് നമുക്ക് J1ന് 3/2 ഉണ്ടായിരുന്നു, 1/2 ഉണ്ടായിരുന്നു. 1/2 എടുത്തു, 3/2 എടുത്തു. J2ൻ്റെ വാല്യൂ 3/2 തന്നെ. J1 1/2, J2 5/2. So the possible values are 3, 2. Again J1 3/2, J2 values are 5 plus 3, 8/2, that is 4. 5 minus 3/2, that is 2/2, that is 1. So 4, 3, 2, 1 are the possible values. So നമുക്ക് PD കോൺഫിഗറേഷനിൽ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് സെയിം രീതിയിലാണ് J വാല്യൂസ് കിട്ടുന്നത്. J is equal to 2, 1 ഇവിടെ, J is equal to 3, 2, 1, 0, J equal to 3, 2, J is equal to 4, 3, 2, 1. ഇനി നമ്മൾ ഓരോ സ്റ്റേറ്റിനെയും ഡിനോട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. LS കപ്ലിങ്ങിൽ നമ്മൾ മൾട്ടിപ്ലിസിറ്റി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്, ടൈം സിമ്പിൾ. ഇവിടെ നമ്മൾ J1ൻ്റെ വാല്യൂ എഴുതും, J2ൻ്റെ വാല്യൂ എഴുതും, ടോട്ടൽ J വാല്യൂ എഴുതും. ഇപ്പൊ J1 ഫോർ എക്സാമ്പിൾ ഹാഫ് ആയിരുന്നു, J2 3/2. ഈ ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഫ് 3/2, then total J value 2, then half 3/2, the total J value is 1. So ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ PD J2 കണ്ടുപിടിക്കുക. J1 അതിൽ J1ഉം J2വിൽ നിന്നേയും വാല്യൂ കമ്പൈൻ ചെയ്തിട്ട് പോസിബിൾ വാല്യൂസ് ഓഫ് J കണ്ടുപിടിക്കുക. ഓരോ സ്റ്റേറ്റിനെയും നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, J1, J2 ആൻഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് J. So for this state 1/2, 3/2, the total value 2 and 1/2, 3/2, 1. So this is ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ 3/2, 3/2 റെപ്രസെന്റ് ചെയ്യുക, Jയുടെ വാല്യൂ 3, 2, 1, 0. സോ ഇത്രയുമാണ് അടുത്ത സ്റ്റേറ്റിനെ. J1 is equal to half, J2 equal to 5/2, J equal to 3, 2. സോ ഈ രീതിയിൽ നമുക്ക് JJ കപ്ലിംഗ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിയും ഡിയുടെയും കേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ പിയും രണ്ട് ഇലക്ട്രോൺ പിയിലാണ് വരുന്നതെങ്കിൽ
നമ്മൾ ഈ രീതിയിലുള്ള സ്കീം അപ്ലൈ ചെയ്യുന്നെങ്കിൽ 2 ഇലക്ട്രോണിൻ്റെയും എൻ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെ വരുന്ന കേസിലാണ് മെയിനായിട്ട് നമ്മൾ LS അല്ലെങ്കിൽ JJ കപ്ലിംഗ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹൺസ് റൂൾ. ഹൺസ് റൂൾ അനുസരിച്ച് ഒരു ലെവലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഡീജനറേറ്റ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് സ്പിൻസ് പാരലൽ ആകുന്ന രീതിയിലാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി നമ്മൾ വി വിൽ ഹാവ് എ ക്ലോസർ ലുക്ക് ഇൻ ടു ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ഹൺസ് റൂൾ. സോ ഹൺസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ്, പല ടേം സിമ്പിൾ നമ്മൾ ഓരോന്നിനും എഴുതി, അതിലേതാണ് ലോവസ്റ്റ് എനർജി ടേം എന്ന് തീരുമാനിക്കുന്നത് ഹൺസ് റൂൾസ് ഉപയോഗിച്ചിട്ടാണ്. സോ എപ്പോഴും നെറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. കുറേ ടേം സിമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന് ഫൈൻഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എസിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എസ് ഷുഡ് ബി ഈക്വൽ ടു MS മാക്സിമം, കൺസിസ്റ്റന്റ് വിത്ത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാം. അതായത് എല്ലാത്തിൻ്റെയും സ്പിൻ അപ്പാകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം, ഒരെണ്ണത്തിന്റെ സ്പിൻ അപ്പ് വേറെണ്ണത്തിന്റെ സ്പിൻ ഡൗൺ, ഓർ സ്പിൻ അപ്പ് രണ്ടെണ്ണത്തിന്റെ സ്പിൻ ഡൗൺ. അങ്ങനെ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് പകരം MS മാക്സിമം ആകുന്ന രീതിയിൽ വേണം ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻ കൺസിസ്റ്റന്റ് വിത്ത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇനി ആ എസിന്റെ L വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ML കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഐ ഷോ യു വൺ പ്രോബ്ലം. ഇനി നമ്മുടെ ഇപ്പോൾ ഔട്ടർ ഷെല്ല് ലെസ് ദാൻ ഹാഫ് ഫുൾ ആണെങ്കിൽ ലോവസ്റ്റ് J വാല്യൂ ഉള്ള ടേം ആയിരിക്കും മിനിമം എനർജി ഉള്ളത്. If the outer shell is more than half full, then the time with the highest J value will have minimum energy. So, ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. Obtain the ground state of oxygen. So, oxygen നമുക്കറിയാം, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 8 ആകുമ്പോഴത്തേക്കും അറേഞ്ച്മെന്റ് ഇങ്ങനെയാ 1s2, 2s2, 2p4. അതായത് P ലെവലില് 4 ഇലക്ട്രോൺസ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇലക്ട്രോൺ. ഔട്ടർ ഷെല്ലില് 4 ഇലക്ട്രോൺ. സോ ഔട്ടർ ഷെല്ലില് 4 സപ്പോസ് ഇങ്ങനെ ആണ്, ഒരു ലെവലിൽ ഇങ്ങനെ, അടുത്ത ലെവലിൽ ഇങ്ങനെ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നു, അപ്പിലേക്ക് പോയി, അടുത്ത ഇലക്ട്രോൺ ഇങ്ങനെ, അതിൻ്റെ അടുത്ത ഇലക്ട്രോൺ, പിന്നെ ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ട്. സോ ദാറ്റ് ഇലക്ട്രോൺ നമുക്ക് ഡൗൺ ആയിട്ട് ചെയ്യാം. സോറി, I'll rub it off. I'll do it once again. So you have 4 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ പിയിലുള്ളത്. സോ ഫസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ, ഫസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ അറേഞ്ച് ചെയ്തു, സെക്കൻഡ് ഇലക്ട്രോൺ ഇവിടെ അറേഞ്ച് ചെയ്തു, തേർഡ് ഇലക്ട്രോൺ ഇവിടെ വന്നു, ആൻഡ് ദ ഫോർത്ത് ഇലക്ട്രോൺ വീണ്ടും ഇവിടേക്ക് ഡൗൺ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആസ് പെർ ദ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇനി പി ഷെല്ലിന് ദ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് +1 ആണ്, 0, then -1. These are the L values possible. നമ്മൾ ഇവിടെ +1 കൊടുക്കാൻ കാരണം നമ്മുടെ റൂൾ അനുസരിച്ച് ML ഷുഡ് ബി മാക്സിമം എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ആദ്യം തന്നെ ഇലക്ട്രോൺസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് S ഷുഡ് ബി MS മാക്സിമം. അപ്പം 4 ഇലക്ട്രോണിൽ 3 എണ്ണം സ്പിൻ അപ്പ് ഡയറക്ഷനിലാണ്. അപ്പം അതിൻ്റെ സ്പിൻ എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 1/2 + 1/2 1 + 1/2 ഇത് വരും. അപ്പോൾ ടോട്ടലായിട്ട് സ്പിൻ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 1/2, then 1/2, then 1/2, then -1/2.
അപ്പം എം എസ് മാക്സിമം എന്ന് പറയുന്നത് എം എസിന് 2 വാല്യൂസ് ആണ് പോസിബിൾ, പ്ലസ് ഹാഫും മൈനസ് ഹാഫും. അപ്പൊ ഇവിടെ ഒരു ഹാഫ് തമ്മിൽ ആഡ് ചെയ്യും, ഈ ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇത് 0 ആയി പോകും. അതുകൊണ്ടാണ് എം എസ് മാക്സിമം 1 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എൽ എന്ന് പറയുന്നത് എം എൽ മാക്സിമം. ഇവിടെ എന്താ, 2 ഇലക്ട്രോണിന്റെ +1 ആണ് എല്ലിന്റെ എം എൽ ന്റെ വാല്യൂ, പിന്നെ ഒരു ഇലക്ട്രോണിന്റെ 0, അടുത്ത ഇലക്ട്രോണിന്റെ -1. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു വാല്യൂ 2, then 0, -1. So altogether this is having an ml maximum of 1. ഇനി എസ് എന്ന് പറയുന്ന 1 ആണ്, എൽ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് ജെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും, ജെ ഈസ് ഈക്വൽ ടു എത്ര വരും, 2, 1, 0 വരും. സോ ദ പോസിബിൾ ജെ വാല്യൂസ് ആർ 2, 1, 0. ഇനി അപ്പൊ നമ്മളുടെ എത്ര ടേം വരും, അപ്പൊ പി ആയതുകൊണ്ട് തന്നെ എൽ ഈക്വൽ ടു 1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് പി ആണ് നമ്മൾക്ക് സ്റ്റേറ്റ് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ പി വരണം. ദെൻ എസ് ഇസ് ഈക്വൽ ടു 1. സോ എസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് മൾട്ടിപ്ലിസിറ്റി 2s + 1 ഈക്വൽ ടു എന്ത് വരും, 3 വരും. ഇനി എൽ ഈക്വൽ ടു 1 ആയതുകൊണ്ട് അവിടുത്തെ ടേം കറസ്പോണ്ട് ചെയ്യുന്നത് ഒരു 3നെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3p കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് 2 വരും, 1 വരും, 0 വരും. അപ്പൊ നമ്മുടെ ടേം എന്ന് പറയുന്നത് 3p210 ആണ്. അതായത് 3 ടേം സിമ്പിൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3p2, 3p1, 3p0. സോ ഇതില് ഏതാണ് ലോവസ്റ്റ് എനർജി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൺസ് റൂൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് എസ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് എം എസ് ഷുഡ് ബി മാക്സിമം. For that S, L should be equal to ML maximum. അത് നമ്മൾ ചെയ്തു. ഇനി ഇഫ് അടുത്തത് നോക്കുക, ഔട്ടർ ഷെൽ ഈസ് ലെസ് ദാൻ ഹാഫ് ഫുൾ, the term with the lowest J value will have the minimum energy. If outer shell is more than half full, then the term with the highest J value will have minimum energy. So ഇവിടെ നമ്മുടെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ ദാൻ ഹാഫ് ഫിൽ ആണ്, ശരിക്കും 3 ആണ് വരേണ്ടത്. മോർ ദാൻ ഹാഫിൽ ആയതുകൊണ്ട് ഹയസ്റ്റ് ജെ വാല്യൂ ഉള്ളതായിരിക്കും ലോവസ്റ്റ് എനർജി. അതുകൊണ്ടാണ് നമ്മൾ 3p2 എന്ന് എഴുതിയത്. സോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് ദാറ്റ് കറസ്പോണ്ട്സ് ടു 3p2. സോ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ഇവിടെ നമുക്ക് തെറ്റ് വരാവുന്ന ഒരു പോസിബിലിറ്റി ഇവിടെയാണ്. എം എൽ മാക്സിമം അറേഞ്ച് ചെയ്യുമ്പോൾ +1 തന്നെ ഈ 2 ഇലക്ട്രോണും കൊടുക്കുക, എന്നിട്ട് സ്പിന്ന് -½ ആക്കി കൊടുത്താൽ മതി. അതർവൈസ് ഇഫ് യു ആർ പുട്ടിങ് -1 ഹിയർ, -2 വരും, എം എൽ മാക്സിമം നമുക്ക് കിട്ടില്ല. അപ്പൊ വി ഷുഡ് അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് എൽ ഷുഡ് ബി ഈക്വൽ ടു എം എൽ മാക്സിമം, മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. സോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് 3p2. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു നമ്പർ ഓഫ് കുറെ ടേം സിമ്പിൾസ് തരും, എന്നിട്ട് ഇതിലെ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. സോ ഇതാണ് LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും. ഇനി നമ്മൾ പോകുന്നത് അടുത്തത് ഒരു സ്പെഷ്യൽ ഇതിലേക്കാണ്. നമ്മൾ ഇത്രയും നേരം സ്പെക്ട്രൽ ടേംസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. LS കപ്ലിങ്ങിലും JJ കപ്ലിങ്ങിലൂടെയും എങ്ങനെയാണ് ടേം സിമ്പിൾസ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി സപ്പോസ് if the L value and P value of 2 electrons are identical, then how to find out the term symbol? So അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്കീമാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബ്രൈറ്റ് സ്കീം. സോ ബ്രൈറ്റ് സ്കീമിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിനായിട്ട് ഇക്വലന്റ് ഇലക്ട്രോൺസിനെയാണ്. ഇക്വലന്റ് ഇലക്ട്രോൺസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് സെയിം വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് സെയിം വാല്യൂ ഓഫ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, അങ്ങനെ വരുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇക്വലന്റ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഇനി നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാണ്, എങ്ങനെയാണ് ബ്രൈറ്റ് സ്കീം ഉപയോഗിച്ച് ടേം സിമ്പിൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 2 p ഇലക്ട്രോൺസ് എടുത്തു. സോ 2 ഇക്വലന്റ് p ഇലക്ട്രോൺസ്. 2 ഇക്വലന്റ് p ഇലക്ട്രോൺസിലെ ടേം സിമ്പിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട്
നമ്മൾ ചെയ്യുന്നത് പിയുടെ കേസിൽ നമുക്കറിയാം L = 1 ആണ്. അപ്പോൾ MLന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 0 +1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ML1 എഴുതുക, 1 0 -1. സെക്കൻഡ് പി ഇലക്ട്രോണിന്റെ അഗെയിൻ ML2, ദാറ്റ് ഈസ് 1 0 -1. ഇതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ML എന്ന് പറയുന്നത് 1 + 1 2 കിട്ടി, 0 + 1 1 കിട്ടി, -1 + 1 0 കിട്ടി. അടുത്തത് 1 + 0 1 കിട്ടി, 0 + 0 0 കിട്ടി, -1 + 0 -1 കിട്ടി. അടുത്തത് നമ്മൾ 1 + -1 0 വന്നു, 1 നെക്സ്റ്റ് വൺ നമ്മൾ ഇത് ലാസ്റ്റിലേക്കാണ് പോകുന്നത്. സോ 1 - 1 0 വന്നു, ദെൻ 0 - 1 -1 വന്നു, -1 -2 വന്നു. സോ യു ഹാവ് ഫസ്റ്റ് റോ നമ്മൾ 1 എടുത്തു, 1 + 1 2 കിട്ടി. അടുത്തതിൽ 1 + 0 1 കിട്ടി, 1 + -1 ദാറ്റ് ഈസ് 1 + -1 ദാറ്റ് ഈസ് 0 കിട്ടി. അടുത്തത് നമ്മൾ 1 0 -1 കിട്ടി. അടുത്തത് വിത്ത് -1 എടുത്തു, 1 + -1 0 കിട്ടി, 0 + -1 -1 കിട്ടി, -1 + -1 -2 കിട്ടി. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് ഓരോ ML വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യാം. ഇതൊരു ടേം, ഇതൊരു വേറൊരു ഇത്, സോ ദിസ് വേറൊരു ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ MS1 S = ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 MS വാല്യൂസ് പോസിബിൾ ആണ്, +½ -½ MS2 +½ -½ ഹാഫ് +½ 1 എടുത്തു, -½ +½ 0 എടുത്തു, ദെൻ ഹാഫ് -½ 0 -½ -1 എടുത്തു. സോ ഇങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. Lന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുക, ദെൻ Sന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. അതായത് 2 1 0 -1 -2 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ഒരു D ടേമിനെയാണ്. 1 0 -1 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു P ടേമിനെയാണ്. 0 എന്ന് പറയുന്നത് ഒരു S ടേമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ 1 0 -1 എന്ന് പറയുന്ന MS വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ട്രിപ്ലറ്റിനെയാണ്. ആൻഡ് MSന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിനോട്ട്സ് എ സിംഗ്ലറ്റ്. സോ ലെറ്റ് ഇറ്റ് ബി ആസ് സച്ച്. ഇനി നിങ്ങൾ നോക്കുക, ഡയഗണൽ എലമെന്റ്സ് നോക്കുക. ഈ ഡയഗണൽ എലമെന്റ്സിൽ ML വാല്യൂസ് ഐഡന്റിക്കൽ ആണ്. ML1ന്റെയും ML2ന്റെയും വാല്യൂസ് ഐഡന്റിക്കൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഡയഗണൽ എലമെന്റ്സ് കിട്ടുക. അതായത് ML1 1 ML2 1 ആകുമ്പോഴാണ് ഈ 2 വരുന്നത്. ML1 0 ML2 0 ആകുമ്പോഴാണ് നമുക്ക് ഈ 0 കിട്ടിയത്. ML1 -1 ML2 -1 ആകുമ്പോഴാണ് നമുക്ക് -2 കിട്ടിയത്. സോ ഡയഗണൽ വാല്യൂസിൽ ML1ന്റെയും ML2ന്റെയും വാല്യൂസ് ഓൾറെഡി ഐഡന്റിക്കൽ ആണ്. അതുപോലെ അപ്പർ ഹാഫും ലോവർ ഹാഫും റെപ്പറ്റീഷൻ തന്നെയാണ്, ഒരെണ്ണത്തിന്റെ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ വരിക. താഴെ 1 0 -1, ഇവിടെയും 1 0 -1. അപ്പൊ ഇക്വലന്റ് ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് കൺസിഡർ ചെയ്താൽ മതി. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ MS = 1 കിട്ടുന്നത് MS1ഉം MS2ഉം ഐഡന്റിക്കൽ ആകുമ്പോഴാണ്. MS = -1 കിട്ടുന്നത് MS1ഉം MS2ഉം -½ ആകുമ്പോഴാണ്. അതായത് നമ്മൾ MSന്റെ വാല്യൂ 1ഉം -1ഉം എടുക്കുന്ന കേസിൽ MLന്റെ വാല്യൂ 2 0 -2 എടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ഈ ML1ന്റെയും ML2ന്റെയും വാല്യൂ ഐഡന്റിക്കൽ ആണ്. അപ്പോൾ MS1ന്റെ വാല്യൂ നമ്മൾ ഒരേപോലെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഡയഗണൽ ടേമിനെ ഒഴിവാക്കണം. സോ നമുക്ക് ഈ ടേബിളിൽ നിന്ന് എടുക്കാവുന്ന വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ MS = 1, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് MLന്റെ വാല്യൂസ് 1 0 -1 ഓക്കെ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഹാഫ് എടുത്താൽ മതി. ഐദർ യു ക്യാൻ ടേക്ക് ദ ലെഫ്റ്റ് ഹാഫ് ഓർ യു ക്യാൻ ടേക്ക് ദ അപ്പർ ഹാഫോ ലോവർ ഹാഫോ ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ MS = -1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് 1 0 -1 എടുക്കാം. ഇനി അഗെയിൻ MS = 0ക്ക്
ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ആസ് സച്ച്. ഇനി ഇത് 1നും -1ഉം ഡയഗണൽ എലമെന്റ്സിന് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡയഗണൽ എലമെന്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് MLന്റെ വാല്യൂ ഐഡന്റിക്കൽ ആകുന്ന സിറ്റുവേഷൻ എടുത്തു. സോ MS ഈക്വൽ ടു 0, MS ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എല്ലാം എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ MS ഈക്വൽ ടു 0 എന്ന് പറയുന്നത് +½ -½ ഓൾറെഡി MS1ന്റെയും MS2ന്റെയും വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പൊ MS ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MLന്റെ 2, 1, 0, -1, -2 all these values are possible. And again MS ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MLന്റെ 1, 0, -1ഉം പോസിബിൾ ആണ്. ആൻഡ് MS ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MLന്റെ 0 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ ആണ്. സോ എല്ലാ ഗ്രൂപ്പും ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഡയഗണൽ എലമെന്റ്സ് ഒരേപോലെ വരുന്നത് കൊണ്ട് either you take the upper half or the lower half and omit the diagonal elements. ഡയഗണൽ എലമെന്റ്സിനെ ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MS ഈക്വൽ ടു 1, MS ഈക്വൽ ടു -1, MS ഈക്വൽ ടു 0. അപ്പോൾ 1, -1, 0 എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MS വാല്യൂസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ML വാല്യൂസ് എന്ന് പറയുന്ന 1, 0, -1, 1, 0, -1, 1, 0, -1. സോ ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ദിസ് ഇസ് എ പി ടേം. സോ ഇതിന്റെ L വാല്യൂസ് 1, 0, -1. സോ ഇവിടെ തെറ്റിപ്പോയതാണ്, ഇത് P ആണ് വരുന്നത്. സോ കാരണം ഇവിടെ L വാല്യൂ 1 ആണ്. സോ ദിസ് ഇസ് എ 3P ടേം. ആൻഡ് ഇവിടെ this is 3P in fact. And MS equal to 0, MS equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ML വാല്യൂ 2, 1, 0, -1, -2 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു D ആണ്. MS 0 ആയതുകൊണ്ട് തന്നെ അതൊരു സിംഗ്ലറ്റ് ആണ്. ആൻഡ് MS equal to 0, ML equal to 0, this is nothing but 1S. സോ 3S, 1D, 1S ഇത്രയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോൺ ഇക്വലന്റ് ആയിരുന്നെങ്കിൽ ഇതിന്റെ കൂടാതെ 1P, 3D, ഒരു 3S. സോറി, സോ 3P, 1D, 1S ഈ ടേംസ് എല്ലാം ഇൻക്ലൂഡഡ് ആയി. ഇതിപ്പോൾ നമ്മൾ 2 ഈക്വലന്റ് അല്ലാത്ത P ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ടേം ആയിരുന്നു 1P, 3D, 3S. സോ ദീസ് ടേംസ് ആർ എക്സ്ക്ലൂഡഡ് ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ ഈക്വലന്റ്. സോ ഇതേപോലെ നമുക്ക് എസിന്റെ നമുക്കൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. 2 ഈക്വലന്റ് S ഇലക്ട്രോൺസ് നിങ്ങളൊരു ഹോംവർക്ക് പോലെ ചെയ്ത് നോക്കുക. ഇഫ് ദീസ് ഇലക്ട്രോൺസ് 2 ഇക്വലന്റ് അല്ലാതിരിക്കുകയാണ്, ദേ ആർ നോൺ ഇക്വലന്റ് P ഇലക്ട്രോൺസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾ ദ 6 ടേംസ് കിട്ടുമായിരുന്നു. അതൊന്ന് ചെയ്ത് നോക്കുക. ആൻഡ് സിൻസ് ദേ ആർ ഇക്വലന്റ്, ദീസ് ടേംസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദി ടേം സിംബൽ. സോ ദിസ് ഇസ് ആക്ച്വലി ദ ബ്രൈറ്റ് സ്കീം. സോ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Given that the ground state energy of hydrogen is -13.6, then the ground state energy of positronium. Positronium എന്ന് പറയുന്നത് ഒരു പോസിട്രോൺ ആന്റി പാർട്ടിക്കിൾ ചേർന്നതാണ്. ഇലക്ട്രോൺ പ്ലസ് പോസിട്രോണിന്റെ കോമ്പിനേഷൻ ആണ് പോസിട്രോണിയം എന്ന് പറയുന്നത്.
ഇപ്പൊ പോസിട്രോണിയത്തിന്റെ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ റെഡ്യൂസ്ഡ് മാസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന്റെ ആൻസർ -13.6 ഡിവൈഡഡ് ബൈ 2 വരും. സോ ദാറ്റ് ഗീവ്സ് യു -6.8 ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതാണ്. So we will go for the next question. The ground state energy of hydrogen ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ പറയൂ. ആക്ച്വലി പോസിട്രോണിന്റെ ഇത് നമ്മൾ ചോദിക്കുന്ന ഇതാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം -13.6 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് പോസിട്രോണിയം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോ പോസിട്രോണിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, മെയിൻ ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയിൽ ഡിഫറൻസ് വരിക റെഡ്യൂസ്ഡ് മാസിൽ വരുന്ന വേരിയേഷൻ ആണ്. അപ്പൊ പോസിട്രോണിയത്തിന്റെ കേസിൽ റെഡ്യൂസ്ഡ് മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ μ=μ/2, ഹൈഡ്രജന്റെ കേസിൽ കിട്ടുന്നതിന് ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അപ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ കേസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി -13.6 ഡിവൈഡഡ് ബൈ n² ആണ്. അപ്പൊ n=1 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്. So in case of positronium, this is -13.6 divided by n². That is nothing but -6.8 electron volt. The second question is, ground state energy of hydrogen is -13.6. The energy of second excited state is. ഇത് എളുപ്പമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റുന്നത് ഇങ്ങനെയാണ്, n=2 എന്ന് കൊടുക്കും. n=3 ആണ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരിക. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ n=1, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ n=2, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ n=3. അപ്പൊ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്നത് n=3 -13.6 divided by n². So the n is nothing but 3² 9 വരും. ആൻസർ വരുന്നത് -1.5 ഇലക്ട്രോൺ വോൾട്ട്. Next question, consider, okay, I'll paste the question. Consider a hydrogen atom in the D2 state. Find the possible values of Jz. Jzന്റെ possible values കണ്ടുപിടിക്കാനായിട്ടാണ്. D3/2 സ്റ്റേറ്റിലാണെന്ന് തന്നിട്ടുണ്ട്. So you are asked to find out the possible values of സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് ജെഇസഡിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് mj × h× വാല്യൂസ് ആർ പോസിബിൾ. സോ നമുക്ക് തന്നിരിക്കുന്നത് 3/2 ആണ്. 3/2 സ്റ്റേറ്റിൽ mj വാല്യൂസ്, mj എന്ന് പറയുന്നത് -j2 + j. സോ ദാറ്റ് മെനി നമ്പർ ഓഫ് വാല്യൂസ് ആർ പോസിബിൾ. സോ -3/2 ഞാൻ എഴുതാം. Jz = mj × h× ആണ്. mjയുടെ വാല്യൂസ് വരുന്നത് ഇവിടെ -3/2, then -half, then +half and +3/2. Therefore, the possible values of Jz are 3/2 h×, then -1/2 h×, then 1/2 h× and -3/2 h×. These are the possible values. So given D3/2 എന്ന് പറയുമ്പോൾ J is equal to 3/2. So അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ഒരു പ്രോബ്ലം. എ സ്റ്റേറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് മനസ്സിലായത് 2 ഉണ്ട് ആദ്യം എന്നുള്ളത്. A state is denoted as 4D 5/2. Find the values of L, S and J എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 4 എന്ന് പറയുമ്പോൾ ആക്ച്വലി 4 ഡിനോട്ട് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ദി മൾട്ടിപ്ലിസിറ്റി. അപ്പൊ 2s + 1 = 4 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എൽ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഡി സ്റ്റേറ്റ് ആയതുകൊണ്ട് 0 1 2 വരും. L = 2 വരും. ദെൻ എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എസ് എന്ന് പറയുന്നത് 2s + 1 4 ആയതുകൊണ്ട് s is equal to 3/2 വന്നു. 4 - 1 3 3/2. So L equal to 2. Then J value is simple ആണ്. J is equal to 5/2. So ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The 10 symbols for particular state of 3 different atoms are counted as 4s1 2d 7/2 0p1. Explain why these are erroneous. എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്നുള്ളതാണ് ചോദ്യം. 4s1 നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം എവിടെയാണ് എറർ വന്നത്. സോ 4s1 എന്ന് പറയുമ്പോൾ 4s1 2s + 1 = 4 ആണ്. അപ്പോൾ നമ്മുടെ എസ് വരുന്നത് 3/2 ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിട്ട് വരില്ല. സോ എസിന്റെ കേസിൽ L = 0 ആണ്. അപ്പോൾ ജെയുടെ വാല്യൂ തെറ്റി. സെക്കൻഡ് കേസിൽ 2d 7/2 എന്നാണ് സെക്കൻഡ്. അതിൽ വരുന്ന മിസ്റ്റേക്ക് ജെയുടെ മാക്സിമം വാല്യൂ ഇവിടെ നമുക്ക് വരാൻ പറ്റുന്നത് നോക്കിയാൽ 2d 7/2 ആകുമ്പോൾ 2s + 1 = 2 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് എന്ന് പറയുന്നത് ഹാഫ് ആണ് വരുന്നത്. ഡി എന്ന് പറയുന്നത് 2 ആണ്. സോ 2 + 1/2 അല്ല L = 2 ആണ്. സോ 2 + 1/2 മാക്സിമം വാല്യൂ വരുന്നത് 3/2 ആണ്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് 7/2 ആണ്. അത് വരില്ല. അടുത്തത് ലാസ്റ്റ് 0p1. ഒരിക്കലും മൾട്ടിപ്ലിസിറ്റി 0 ആയിട്ട് വരില്ല. കാരണം എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും 0 വരില്ല. സോ ദിസ് എറേനിയസ് ആകുന്നതിന്റെ കാരണം ഇതാണ്. അവസാനം ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ നോക്കുക, എന്നിട്ട് ആൻസർ പറയാം. അണ്ടർ LS coupling scheme, which of the following is the spectroscopic ground state for Mn3+ ions of electronic configuration 1s2 2s2 2p6 3s2 3p6 3d4 predicted by Hunt's rule? ഒരു 5 മിനിറ്റ് സമയം തരാം. നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻ ഏതാണെന്നൊന്ന് പറയാം. എന്താണെന്ന് വെച്ചാല് എത്ര പീസ് അങ്ങനെ എത്ര പീസ്
ഇങ്ങനെ എടുക്കാം. സൈഡിൽ കൊടുക്കുക. ഓക്കെ, ഇത് മാത്രം എടുക്കുക. ഇങ്ങനെ എടുക്കുക. സോ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സോ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 3D 4 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡിജനറേറ്റ് ഓർബിറ്റൽസ് സിംഗ്ലി ആയിട്ട് വേണം ഓക്യുപ്പൈ ചെയ്യാൻ. MS മാക്സിമം ആകുന്ന രീതിയിലായിരിക്കണം. അപ്പം MS ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്. സോ 2 times 4 times ഹാഫ് ഇസ് ഈക്വൽ ടു S കിട്ടി. അപ്പം S ഈക്വൽ ടു MS മാക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും. ഇനി L എന്ന് പറയുന്നത് ഈക്വൽ ടു ML മാക്സ് ഈക്വൽ ടു എന്ത് വരും? 210 മൈനസ് 1. അപ്പൊ ML മാക്സിമം നമുക്ക് 2 എന്ന് തന്നെ കിട്ടി. സോ എസും 2 കിട്ടി, എല്ലും 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ദ പോസിബിൾ വാല്യൂസ് ഓഫ് J എന്ന് പറയുന്നത് J ക്യാൻ ബി എത്രയാ? 2 + 2 4, സോറി 4 3 2 1 0. ഇത്രയും വാല്യൂസ് ഓഫ് J പോസിബിൾ ആണ്. ഇനി ഇതിൽ തന്നെ എസിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ എസിന്റെ വാല്യൂ 2 ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s + 1 ആണ്. 2s + 1 ഈക്വൽ ടു 2 × 2 + 1 ഈക്വൽ ടു 5 നമുക്ക് കിട്ടി. അപ്പൊ എല്ലാ ഇതിന്റെ കേസിലും 5 തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലിസിറ്റി ഓക്കെയാണ്. L ഈക്വൽ ടു 2 തന്നതുകൊണ്ട് D തന്നെയാണ് വേണ്ടത്. ഇനിയത്തെ ക്വസ്റ്റ്യൻ J വാല്യൂ ആണ്. J 43210 അത്രയും പോസിബിൾ ആണ്. അപ്പൊ അതിലേത് J എടുക്കും എന്നുള്ളതാണ്. Jയുടെ ലോവസ്റ്റ് വാല്യൂ സിൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് ഫുൾ, നമ്മൾ എടുക്കേണ്ടത് Jയുടെ ലോവസ്റ്റ് വാല്യൂ ആണ്. അതായത് Jയുടെ ലോവസ്റ്റ് വാല്യൂ വരുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഈ ഒരു ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് നത്തിങ് ബട്ട് 5D 0. ബിക്കോസ് 5ന് മേലെ പോയാലാണ് മോർ ദാൻ ഹാഫ് ഫുൾ. സോ സിൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് ഫുൾ, ലോവസ്റ്റ് സ്റ്റേറ്റ് എനർജി സ്റ്റേറ്റ് ഈസ് 1 വിച്ച് ഈസ് ഹാവിങ് ദ ലോവസ്റ്റ് J വാല്യൂ. സോ 5D 0. സോ റീസെൻ്റ്ലി വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? നോ റെസ്പോൺസ്. ഓക്കെ, ഞാൻ ചെന്ന ടൈം കുറഞ്ഞതായിട്ടാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ തരാം. ദിസ് ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ, നെറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. The spectral term for the atom with 70% filled subshell and only S equal to 3/2 is.
ഓപ്ഷൻ 3p0, 4f 9/2, 3f 1/2, 4p half. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് s ഈക്വൽ ടു 3/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2s plus 1, 2 into 3/2 plus 1, that is equal to 4 ആണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 മൾട്ടിപ്ലിസിറ്റി വരുന്ന എയും സിയും ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ബിയും ഡിയും ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളതാണ്. സോ s ഈക്വൽ ടു 3/2 എന്ന് തന്നിട്ടുണ്ട്. സോ ബിയില് 9/2 ആണ് കാണിച്ചിരിക്കുന്നത് ജെയുടെ വാല്യൂ, ആൻഡ് ഡിയില് 1/2 ആണ് കാണിച്ചിരിക്കുന്നത്. അതെല്ലാം ഇട്ട് മാത്രല്ല ഇത് പൊളിക്കേണ്ട ഉത്തരവാദിത്തം. Anybody answer? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. 4f 9/2. കാരണം 3/2 കുറഞ്ഞൊരു ജെ വാല്യൂ വരില്ല നമുക്ക്. പിയുടെ സീറ്റിൽ 1p 1/2 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഓൾറെഡി s ഈക്വൽ ടു 3/2 തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഗുഡ്, ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഇതും റീസെൻ്റ്ലി വന്ന ഒരു നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ് ഓൺലി. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് ഡസ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ജെ ചേഞ്ച് in the transition of chromium 3d6 as it ionizes to chromium 2+. ഒരു സ്റ്റേറ്റ് 3d6 ആയിരുന്നു, 2 ഇലക്ട്രോൺ പോയി 3d4 ആയി. സോ ചേഞ്ച് ഇൻ ദി ക്വാണ്ടം നമ്പർ. ഐ വിൽ ഗിവ് 5 minutes ചെയ്തിട്ട് ജസ്റ്റ് ആൻസർ പറയാം. അതാ അങ്ങനെ വിളിച്ചാലോ, അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ വിടർത്തിയല്ലോ, ഒരാളെ മീറ്റിംഗിൽ ഇപ്പൊ ജോയിൻ ചെയ്തു. ടീച്ചർ സ്റ്റെപ്പ് ആയോ? എന്തോ പണി ഇവിടുന്ന് പഠിച്ച ഇവിടെ ഞാൻ മുറിച്ച് വെച്ചു. മുറിച്ച് വെച്ച് ഭാഗത്ത് ഇപ്പം മനസ്സിലായി, ഇത് എളുപ്പം കഴിയുന്നു മനസ്സിലായി. ഇവിടെ വര ഉണ്ടാക്കി തരാം ഉമ്മാനോട് തന്നെ. വര ഉണ്ടാക്കി തരും, കത്തി കൈ അമർത്തല്ല. നിനക്ക് എത്ര കാണാൻ കിട്ടണം? 5 തരാൻ പറ്റൂല. എത്ര വേണം? എനിക്ക് 5. ഉമ്മാക്കില്ല. എന്നാലേ അതിലെത്രയുണ്ട്? സമയമില്ല. കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 12 ആ സമയം നോക്കാം.
ചുമ്മാ പഠിപ്പിച്ചാണ് എനിക്ക് പറയാൻ. ഇതൊന്നും ഇതാക്കി തരാം. ഇത് പൊട്ടിക്കാനാണ് ഇതുകൂടെ എടുക്കാനാണ്. ടീച്ചർ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ ചെയ്യാൻ സമയം കൊടുത്തതായിരുന്നു. ചെയ്ത് 5 മിനിറ്റ് സമയം കൊടുത്തു. അതാ ഞാൻ മിണ്ടാതെ ചെയ്യുന്നവര് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. ആരെങ്കിലും ചെയ്തോ? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ബി ആണോ മിസ്? ഓപ്ഷൻ ബി ഡിക്രീസസ് ബൈ 2. എവിടെയോ തെറ്റിച്ചു. വേറെ decreased by 4. decreases by 4 is the right answer. Very good. So ഇത് ചെയ്ത് കാണിക്കാം. എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഡിക്രീസസ് ബൈ 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നുള്ളതാണ്. സോ MS മാക്സിമം ഈസ് ഈക്വൽ ടു S നമുക്ക് കിട്ടുന്നത് എന്ത് വരും? 2 വരും. ML നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 2 4 ദെൻ +1 -1 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഒരു -2 കൂടെ വരും. Therefore ML maximum equal to L equal to 2 വരും. ഇനി 2 + 2 4, 2 - 2 0. അപ്പൊ ജെയുടെ പോസിബിൾ വാല്യൂസ് വരുന്നത് J can be 4, 3, 2, 1, 0. ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. സോ മൾട്ടിപ്ലിസിറ്റി വരുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, കാരണം J ആണ് മെയിൻ ആയിട്ട് ചോദിച്ചത്. സോ നമ്മുടെ ടേം എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് 5D4 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് മോർ ദാൻ ഹാഫിലാണ്. ഇനി രണ്ടാമത്തെ കേസിൽ 3D4ലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് 1, 2, 3, 4. സോ ഇവിടെ +2, ദിസ് ഇസ് +1, 0, ദെൻ ദർ ഈസ് -1. സോ ഇത്രയാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് സിറ്റുവേഷനിൽ L ഈക്വൽ ടു നമുക്ക് 2 വരും. L ഈക്വൽ ടു 2, S ഇസ് അഗെയിൻ 2 വരും. Therefore സ്റ്റേറ്റിന് L ഈക്വൽ ടു 2 തന്നെ, മൾട്ടിപ്ലിസിറ്റി 5 തന്നെ വരും. സോ ദ സ്റ്റേറ്റിന്റെ J വാല്യൂസ് എന്ന് പറയുന്നത് അഗെയിൻ 4, 3, 2, 1, 0 വരും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫുള്ളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിലെ ലോവസ്റ്റ് J വാല്യൂ വരുന്ന സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 5D0 ആണ്. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 4. അപ്പോൾ ദിസ് ആക്ച്വലി കറസ്പോണ്ട് ചെയ്യുന്നത് 3D4ന്റെ കേസിൽ, ഇത് 3D6ന്റെ കേസിൽ. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് 4. So for this is the option D is the answer. ഇനി 2-3 പ്രോബ്ലം കൂടെ ചെയ്യാം. Obtain the terms arising in the terms arising due to LS coupling between 2 valence electrons. So ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് SS 2 ഇലക്ട്രോൺ SS സ്റ്റേറ്റിലാണ്,
PS സ്റ്റേറ്റിൽ, DS സ്റ്റേറ്റിൽ, FS സ്റ്റേറ്റിൽ, then SP, PP, DP, FP, SD, PD, DD, FD, SF, PF, DF, FF. അതായത് ഇത്രയും വരുന്ന ഇലക്ട്രോൺസ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 2-3 സെക്ഷൻ ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. സോ SS-ൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ S കഴിഞ്ഞിട്ടൊരു ഡോട്ട് ഇട്ടിട്ടാണ് S. അത് ഡിനോട്ട് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസും നോൺ ഇക്വലൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോട്ട് ഇട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ 2 SS ഇലക്ട്രോൺസ് LL കപ്ലിംഗ് നടത്തുമ്പോൾ വരുന്ന ടേംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് പോവുകയാണെങ്കിൽ S ഡോട്ട് S ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നതിൻ്റെ L1 ഈക്വൽ ടു 0, അടുത്ത ഇലക്ട്രോണിൻ്റെ L2 ഈസ് ഈക്വൽ ടു 0. ദെർഫോർ L എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് S ക്യാൻ ഹാവ് 2 വാല്യൂസ്. S എന്ന് പറയുന്നത് നമുക്ക് L ഈക്വൽ ടു 0. സോ S1 is equal to half, S2 is equal to half. Therefore, the S values can be either 0 or 1. So, the state is represented. State ne nammal represent cheyanengil this corresponds to an S state. അതുപോലെ SP state എന്ന് പറയുമ്പോൾ L1 equal to 0, L2 equal to 0. Therefore, capital L is equal to 0. Sorry, L2 is equal to 1 varum. Therefore, capital L is equal to 1. So, അവിടുത്തെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു P state ആയിരിക്കും. നമ്മൾ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. Then SD വരുമ്പോഴേക്കും L1 is equal to 0, L2 is equal to 2 varum. Therefore, L എന്ന് പറയുന്നത് that's equal to 2. L equal to 2 corresponds to a D state. And SF-ൻ്റെ കേസിൽ L1 is equal to 0, L2 is equal to 3, L is equal to 3, and therefore L is equal to 3. Therefore, this corresponds to an F state. അപ്പോൾ SS കപ്ലിംഗ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു S സ്റ്റേറ്റ്, SP കപ്ലിംഗ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു P സ്റ്റേറ്റ്, SD കപ്ലിംഗ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു D സ്റ്റേറ്റ്, ആൻഡ് SF കപ്ലിംഗ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു F സ്റ്റേറ്റ്. അതേപോലെ PS-ൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് കോളത്തിലേക്ക് നോക്കാം. PS, PP, PD, PF. അവിടെ നമുക്കുള്ളത് PS ആണ്. സോ L1 is equal to 1. S is equal to, sorry, L2 is equal to 0. Therefore, PS സ്റ്റേറ്റിൽ LS ക്യാപിറ്റൽ L-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് that's equal to 1. ആൻഡ് PP സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ L1 is equal to 1, L2 is equal to 1. So, this is, സോറി, ഞാൻ LL കപ്ലിംഗ് മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ. LS കപ്ലിംഗ് അല്ലായിരുന്നു നമ്മൾ ചോദിച്ചത്. ഒരൊറ്റ മിനിറ്റ്. ഇവിടെ SS കപ്ലിംഗ് നടന്നു. L1ഉം L2ഉം 0, L equal to 0, S equal to 0, 1, and that corresponds to an S state. Then 0, 1 values vരും. So 0, 1 values correspond ചെയ്തിരിക്കുന്നത് കാരണം S1, സോറി, ഞാൻ LS എന്നുള്ളത് ശ്രദ്ധിച്ചില്ല കേട്ടോ.
അത് ഭൂട്ടാൻ. ഇവിടെ നമ്മുടെ S1 is equal to half, S2 equal to half. Therefore S എന്ന് പറയുന്നത് 0യും 1ഉമാണ്. അപ്പൊ ഇവിടെ വരുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് 2 സ്റ്റേറ്റ് വരും. 1S 0യും വരും, 3S 0 എന്ന് പറയുന്ന 2 സ്റ്റേറ്റ് ആണ് SS ൽ വരിക. ഇവിടെ നമ്മുടെ LL കപ്ലിംഗ് കഴിഞ്ഞ് P വന്നു. അഗെയിൻ നമുക്ക് എസിന് 0, 1 ഉണ്ട്. അപ്പൊ ജെയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ജെ ക്യാൻ ബി ഹാവിംഗ് വാല്യൂസ് 1, L is equal to 1 ആണ്, S is equal to 0 ആണ്. അപ്പൊ L equal to 1, S is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജെ വാല്യൂസ് വരുന്നത് 1. ദെൻ L equal to 1, S is equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് J is equal to 1 to 0 വാല്യൂസ് വരും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ആ സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് 1P1 and 3P0, 1, 2 ഇത്രയും സ്റ്റേറ്റ് ആണ്. ഇനി എസ് ഡിയുടെ കേസിൽ നമുക്ക് കിട്ടുന്നത് L1 is equal to 0, L2 equal to 0, S1 0 ആണ്. S 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് L equal to 2ന് കറസ്പോണ്ടിങ് ആയിട്ട് J എന്ന് പറയുന്നത് 2 കിട്ടും. അപ്പോൾ ഒരു J 2 വരും. അടുത്ത ജെയുടെ വാല്യൂസ് വരുന്നത് we have to add all the 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ we will be having 3, 2, 1. So 3, 2, 1. So the term symbols are 1D2 and 3D1 by 2. So the term symbols are 1D2 and 3D, 3, 2, 1. So these are the term symbols. Similarly, SFന്റെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ L equal to 3 വരും. So here it is L equal to 3 and S is equal to 0, 1. So Jയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 3 plus 0, 3. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് Jയുടെ വാല്യൂ വരുന്നത് 3 plus 1, 4, 3, 2. So you have the term symbols. S is equal to 0 എന്ന് പറയുന്നത് ഒരു സിംഗ്ലറ്റ് ആണ്. ആൻഡ് L വാല്യൂ എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് 1 of 0 കിട്ടി, 1 of 3 കിട്ടി. ദെൻ അടുത്തത് നമുക്ക് കിട്ടുന്നത് 3F 3, 2, 4. So these are the term values arising due to LS coupling in SD. അതായത് ഒരു ഇലക്ട്രോൺ S സ്റ്റേറ്റിലും ഒരു ഇലക്ട്രോൺ D സ്റ്റേറ്റിലും. ഇനി അതുപോലെ PS-ന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് L1 is equal to 1, L2 equal to 0, therefore L equal to 1 വരും. S1 എന്ന് പറയുന്നത് ഹാഫ് വരും, S2 is equal to half വരും. So you have total S എന്ന് പറയുന്നത് 0, 1. So LS coupling വരുമ്പോൾ നമുക്ക് L is equal to 1, S is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് J is equal to 1 കിട്ടും. ദെൻ അടുത്ത ഇതിൽ J is equal to 1 plus 1, that is 2, 2, 1 minus 1, 0, 2, 1, 0. ഇത്രയും പോസിബിൾ വാല്യൂസ് പോസിബിൾ ആണ്. അപ്പോൾ ഒരു PS എന്ന് പറയുന്ന ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് we will be having this many number of terms arising from LS coupling of P electron and S electron. ഇനി നിങ്ങൾ ഇതേപോലെ PP ഇലക്ട്രോണിന്റെ നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കിയേ. PP ഇലക്ട്രോണിന്റെ കേസിൽ obtain the term symbols. ഇവിടെ P.P കൊടുത്തിരിക്കുന്നത് they are non equivalent എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. So L1 is equal to 1, L2 is equal to 1. Therefore capital L is equal to 1 plus 1, 2, then 1, 0. ഇത്രയും വാല്യൂസ് Lന് പോസിബിൾ ആണ്. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് 0യും 1ഉം പോസിബിൾ ആണ്. ഇനി S is equal to 0, L is equal to 1 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. S is equal to 0, L is equal to 2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജെയുടെ വാല്യൂ 2.
and S is equal to 0, L equal to 0, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ വാല്യൂ 0. സോ എസ് ഇസ് ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ടേം സിംബൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഇറ്റ്സ് എ സിംഗ്ലെറ്റ് ആയതുകൊണ്ട് എൽ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡി ടേം വരും, എൽ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പി ടേം വരും, എൽ ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എസ് ടേം വരും. Therefore, the terms can be represented as 1 D, 2, 1 P, 1 and 1 S 0. ഇതാണ് ഒരു എസ് ഇസ് ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. നൗ എസ് ഇസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് സിമിലർലി എൽ ഈക്വൽ ടു 2, 1, 0. എസ് ഇസ് ഈക്വൽ ടു 1ന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാം. We will get J is equal to L equal to 2, S is equal to 1. Therefore, J is equal to 3, 2, 1. Then L is equal to L is equal to 1, S is equal to 1. The J values are 1 plus 1, 2, 1, 0. And L equal to 0, S equal to 1. The J values are 1. So, ഇവിടെ നമുക്ക് കിട്ടുന്ന ടേം സിംബൽസ് എന്ന് പറയുന്നത് S equal to 1 ആയതുകൊണ്ട് that represents a multiplicity of 3. Therefore, this is nothing but 3. ആദ്യത്തെ ടേമിൽ L equal to 2 ആയിരുന്നു, 3D, 3, 2, 1. Then അടുത്തതിൽ 3P, 0, 1, 2, and next one 3S1. ഇത്രയാണ് ടേം സിംബൽസ് കിട്ടുക. അപ്പോൾ ഓൾറെഡി ഈ ഒരു ലെവലിൽ, അതായത് 3D 2, 3D 1, ഇവിടെ 3 എണ്ണം, ഇവിടെ 3, ഇവിടെ ഒരു സിംഗിൾ ലെവൽ. സോ ഓൾ ടുഗെദർ എസ് ഈക്വൽ ടു 1, അതായത് മൾട്ടിപ്ലിസിറ്റി 3 ആയിട്ടുള്ള ടേംസ് ഇത്. പിന്നെ അത് കൂടാതെ മൾട്ടിപ്ലിസിറ്റി 1 ആയിട്ടുള്ള ടേം നമ്മൾ നേരത്തെ എഴുതി. മൾട്ടിപ്ലിസിറ്റി 1 ആയിട്ട് 1D2, 1P1, 1S0. സോ ഇത്രയാണ് PP, രണ്ട് നോൺ ഇക്വലന്റ് PP ഇലക്ട്രോൺസ് തമ്മിൽ LS കപ്ലിംഗ് നടന്നാൽ കിട്ടുന്ന ടേംസ്. നിങ്ങൾ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കുക. Now we will go for PD electrons. P and D. So L1 is equal to 1, L2 is equal to 2. Therefore, capital L values are 2 plus 1, 3, 2, 1. ഇത്രയാണ് ക്യാപിറ്റൽ L values വരിക. S values എന്ന് പറയുന്നത്, S എന്ന് പറയുന്നത് 0യും 1ഉം ആണ് വരുന്നത്. ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എഴുതുക. S ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള L ഈക്വൽ ടു 3, 2, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ടേം നമുക്ക് കിട്ടും. സോ S is equal to 0, L equal to 3, J എന്ന് പറയുന്നത് 3 ആണ്. S equal to 0, L equal to 2, J equal to 2. Similarly, S is equal to 0, L equal to 1. S is equal to 0, L equal to 1. The J value is nothing but 1. So, S is equal to 0 എന്ന് പറഞ്ഞ ഒരു സിംഗ്ലറ്റ് ടേം ആണ്. അപ്പോൾ L equal to 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു F ടേം കിട്ടും. സോ 1 നമുക്ക് കിട്ടുന്ന ടേം 1F3 കിട്ടി. സെക്കൻഡ് ടേം 1D2, 1D2. And the third term is nothing but 1P1. So, ഇതാണ് S equal to 0യ്ക്ക് കറസ്പോണ്ടിങ് ആയി. സിമിലർലി S equal to 1 ആകുമ്പോൾ
J equal to L equal to 3 2 1. അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 3F432 3D 1 2 3 and 3P012. സോ ഇതുപോലെ നിങ്ങൾ PD ഞാനിപ്പോൾ കാണിച്ചു തന്നു, PF ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറേ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് SS, SP, SD, SF കാണിച്ചു, PS, PP, PD, PF ചെയ്തില്ല, DS, DP, DD, DF ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം LS കപ്ലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകും. എന്നിട്ടൊരു കോളമായിട്ട് എഴുതുക ഓരോന്നിൻ്റെയും. SS-ന് എന്താ കിട്ടുക, PS-ന് കറസ്പോണ്ടിങ് ആയിട്ട്, DS-ന് കറസ്പോണ്ടിങ് ആയിട്ട്, FS-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LS കപ്ലിംഗ് ആണ് ഓരോന്നിൻ്റെയും. 2 ഇലക്ട്രോൺ സിസ്റ്റത്തിലെ LS കപ്ലിംഗ് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ്, ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ ആൻസർ വൈറ്റിലുണ്ട്. സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി ബൈ വൈറ്റ്. ഓരോ നിൻ്റെയും ആൻസർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. സോ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക നിങ്ങളുടെ ആൻസർ ശരിയായി എന്നുള്ളത്. സോ നമ്മൾ PF-ന്റെ ഞാൻ എഴുതി തരാം. PF-ന്റെ കേസിൽ വരുന്നത് 1D2, 1F3, 1G4, then 3D, 1 2 3, then 3F 2 3 4 and 3G 3 4 5. സോ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ഓർ നോട്ട്. LS കപ്ലിംഗ്, അതായത് ഒരു P ഇലക്ട്രോണും ഒരു F ഇലക്ട്രോണും തമ്മിൽ LS കപ്ലിംഗ് നടക്കുമ്പോൾ 1D2, 1F3, 1G4, then 3D 1 2 3, 3F 2 3 4, then 3G 3 4 5. ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ളതിൻ്റെ ചെക്ക് ചെയ്യുക. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഫോർ നൈട്രജൻ ഫൈൻഡ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. നൈട്രജൻ്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്. ഒരു 2 മിനിറ്റ് സമയം തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. നൈട്രജൻ്റെ കേസിൽ 7 ആണ് അറ്റോമിക് നമ്പർ. Z is equal to 7. So try to find out the ground state of nitrogen. അപ്പോൾ ഇങ്ങനെ വരും 1s2, 2s2, 2p3,
3 p electron. So this is plus 1, this is 0, this is minus 1. So half, half, half. So altogether S is equal to ms max equal to എത്ര വരും 3/2 വരും. L ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? L is equal to ml max equal to 0 വരും. Therefore J എന്ന് പറയുന്നത് is equal to 3/2 വരും. Now the ground state is nothing but, since S is equal to 3/2, 2S plus 1 equal to 2 into 3/2 plus 1, that is equal to 4. Therefore 4, L equal to 0 ആയതുകൊണ്ട് that represents an S state and J value is nothing but 3/2. So 4S 3/2 is the state, ground state of nitrogen. The electron configuration of phosphorus is 1s2, 2s2, 2p6, 3s2, 3p3. Obtain the ground state term. ഇത് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ആൻസർ പറയാവുന്നതാണ്. ആർക്കെങ്കിലും ആൻസർ പിടികിട്ടിയോ? എനിബഡി ആൻസർ ആർക്കെങ്കിലും അറിയാവോ? അതായത് പ്രീവിയസ് പ്രോബ്ലവുമായിട്ട് വെരി മച്ച് ഐഡന്റിക്കൽ. സോ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൽ വരുന്നത് 3p3 ആണ്. അഗെയിൻ ദ സെയിം സിറ്റുവേഷൻ. സോ മൈനസ് പ്ലസ് 1 0 മൈനസ് 1. എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/2 വരും. എല്ലിൻ്റെ വാല്യൂ 0 വരും. ദെർഫോർ ജെയുടെ വാല്യൂ 3/2 വരും. സോ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4s 3/2 തന്നെയാണ്. ഇനി ഈ സീരീസിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. What are the terms arising out of SS combination of electrons? LS coupling തന്നെയാണ്. രണ്ട് സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇഫ് ദേ ആർ ഈക്വലന്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇഫ് ദേ ആർ നോൺ ഈക്വലന്റ്. അപ്പം നോൺ ഈക്വലന്റ് നമ്മൾ ഓൾറെഡി ഇപ്പം ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു. നോൺ ഈക്വലന്റിന്റെ കേസിൽ നമുക്കറിയാം ഇഫ് ദ ഇലക്ട്രോൺസ് ആർ നോൺ ഈക്വലന്റ്, നമ്മുടെ SS ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൽ L1 ഈക്വൽ ടു 0, L2 ഈക്വൽ ടു 0 ആൻഡ് S1 ഈക്വൽ ടു ഹാഫ്, S2 ഈക്വൽ ടു ഹാഫ്. Therefore capital L ഈക്വൽ ടു 0, capital S is equal to 0 and 1. ഇനി LS കപ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, ദെൻ ജെയുടെ വാല്യൂസ് 1. S is equal to 1 എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്.
എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ദ ടേംസ് ആർ 1s0 ആൻഡ് 3s1. So these are the term symbols if the electrons are non-equivalent. Non-equivalent means എന്നും എല്ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസിൽ. ഇനി നമ്മളോട് ചോദിച്ചത് ഇഫ് ദേ ആർ ഈക്വലന്റ്. സാധാരണ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോയ്സ് തന്നിട്ട് ഏത് ടേമാണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 1s0 ഉണ്ട് 3s1 ഉണ്ട്. ഇതിൽ ഏത് ടേമാണ് എക്സ്ക്ലൂഡഡ് ആകുന്നത് ഇഫ് ദേ ആർ ഈക്വലന്റ്. ഇപ്പൊ ഇക്വലന്റ് ആകുന്ന കേസിൽ നമുക്കറിയാം ML1 ആണ് നമ്മൾ നോക്കേണ്ടത്. ML1 എന്ന് പറയുന്നത് ML1 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമ്മൾ ML2 വരയ്ക്കുക. ML2 ദാറ്റ് ഈസ് ഓൾസോ 0 ആണ്. സോ ഓൾ ടുഗെദർ ML എന്ന് പറയുന്നത് 0 ആണ്. ഇനി MS1 വരച്ചാൽ MS1 പ്ലസ് ഹാഫും മൈനസ് ഹാഫും വരും. Then MS2 അഗെയിൻ ഹാഫും മൈനസ് ഹാഫും വരും. സോ നമുക്ക് 1 ഹാഫും കൂടെ 1, then 0, then again മൈനസ് ഹാഫും 1 കൂടെ 0, then again -1. ഇങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് 1ഉം -1ഉം ആണ്. പക്ഷെ ഇവിടെ ഐഡന്റിക്കൽ ആണ് ML1ന്റെയും ML2ന്റെയും വാല്യൂ. അപ്പൊ 1ഉം -1ഉം എങ്ങനെയാണേലും വരില്ല. 1ഉം -1നും കറസ്പോണ്ടിങ് ആയിട്ടൊരു ടേം ഇവിടെ ഇല്ല. അപ്പോ ദാറ്റ് മീൻസ് ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. സോ ദിസ് ഈസ് ആക്ച്വലി എ സിംഗ്ലറ്റ് സ്റ്റേറ്റ്. 1 0 -1 കറസ്പോണ്ട്സ് ടു എ ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. അപ്പൊ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇക്വലന്റ് ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് വരുന്ന ടേം എന്ന് പറയുന്നത് 1s0 ഉള്ളി. 3s1 എന്ന് പറയുന്ന ടേം ദാറ്റ് വിൽ ബി എക്സ്ക്ലൂഡഡ്. സോ SS ഇലക്ട്രോൺസിന്റെ കേസിൽ ഇത് വരും. ഇതുപോലെ നിങ്ങൾക്ക് DD 2 ഇലക്ട്രോൺസ് ഡി ഇലക്ട്രോൺ ഡി ഓർബിറ്റിൽ ഫസ്റ്റ് ഇലക്ട്രോൺ, ഡി ഓർബിറ്റിൽ സെക്കൻഡ് ഇലക്ട്രോൺ അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഇക്വലന്റ് ഇലക്ട്രോൺസിന്റെ കേസിൽ ഐഡന്റിക്കൽ ആയിട്ട് വരുന്ന ക്വാണ്ടം നമ്പേഴ്സ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ പറയാം. ഇവിടെ MS1ഉം MS2ഉം ഐഡന്റിക്കൽ ആണ് ഡയഗണലിൽ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡയഗണൽ എലമെന്റിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ആകെ 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടേം 1 0 -1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടേം ഉണ്ടാവില്ല. പകരം MS ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ML ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ടേമേ വരുള്ളൂ. സോ 1s0 മാത്രം വരും. 3s1 എന്ന് പറയുന്നത് ഇക്വലന്റ് ആണെങ്കിൽ എക്സ്ക്ലൂഡഡ് ആയിട്ട്. സോ ഇത്രയാണ് നമ്മുടെ ഒരു ആദ്യത്തെ സെക്ഷൻ, ഇൻക്ലൂഡിങ് LS കപ്ലിംഗ്, JJ കപ്ലിംഗ്, ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദെൻ ഹൈഡ്രജൻ സ്പെക്ട്ര എല്ലാത്തിൽ നിന്നും കൂടെ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത് സീമൻ ഇഫക്റ്റിലേക്കാണ്. സീമൻ ഇഫക്റ്റിൽ മെയിനായിട്ട് ഞാനൊരു വളരെ ഒരു ബ്രീഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 2 രീതിയിലുള്ള, അതായത് സ്പെക്ട്രൽ ലൈൻസിന് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ മെയിനായിട്ട് സീമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് ഓർ സ്പെക്ട്രൽ ലൈൻസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ച്വലി നോൺ ആസ് ദ സീമൻ ഇഫക്റ്റ്. സീമൻ ഇഫക്റ്റ് 2 രീതിയിലുള്ള സീമൻ ഇഫക്റ്റ് ഉണ്ട്. നോർമൽ സീമൻ ഇഫക്റ്റ്, അതിൽ മെയിനായിട്ട് നോർമൽ സീമൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ആറ്റംസ് ഹാവിങ് ഓൺലി ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ആൻഡ് ദെൻ ദർ ഈസ് അനോമലസ് സീമൻ ഇഫക്റ്റ്. അനോമലസ് സീമൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ആറ്റംസ് ഹാവിങ് നോൺ സീറോ സ്പിൻ ആംഗുലാർ മൊമെന്റം. സോ നോർമൽ സീമൻ ഇഫക്റ്റിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് E ഈക്വൽ ടു E0 പ്ലസ് μB ഇൻറ്റു B ഇൻറ്റു ML എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. E0 എന്ന് പറയുന്ന അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിൻ്റെ എനർജിയാണ്. μB ഈസ് നത്തിങ് ബട്ട് ദ ബോർ മാഗ്നറ്റോൺ. B എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. ML എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ നമ്പർ ആണ് അലോങ് ദ മാഗ്നറ്റ്.
നമ്മൾ 5 വാല്യൂസ് ആയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസിഷൻ നടക്കുന്നത് ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു +or-1. നമ്മൾ ട്രാൻസിഷൻ നടക്കുന്നതിന്റെ സെലക്ഷൻ റൂൾ കണ്ടു. അപ്പോൾ -3 നിന്ന് -2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ അഗെയിൻ -2 നിന്ന് -1 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഓൾ ദ പോസിബിൾ ട്രാൻസിഷൻ, ഇതിന്റെ എല്ലാത്തിന്റെയും ചേഞ്ച് ഇൻ എം എൽ ഈസ് നത്തിങ് ബട്ട് -1 ആണ്. അതുകൊണ്ട് ഇതെല്ലാം ഒറ്റ ലൈനായിട്ട് കാണും. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഫ്രീക്വൻസി ഓഫ് μ0 മൈനസ് EB/4πm. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ എം എല്ലിന്റെ വാല്യൂ 0 ആണ്. സോ ദിസ് ആക്ച്വലി -1, സോ ദിസ് വിൽ ബി μ0 ഇറ്റ്സെൽഫ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ +1 ആണ് ഡെൽറ്റ എം എല്ലിന്റെ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ -2, -2 നിന്ന് -1, -1 -2 ഈസ് ഈക്വൽ ടു -1 + 2 വരും, ദാറ്റ് ഈസ് +1. സോ μ0 + EB/4πm. ഇങ്ങനെ 3 പ്രോമിനന്റ് ലൈൻസ് ആണ് നോർമൽ സീമൻ പാറ്റേണിൽ നമ്മൾ കാണുക. അപ്പൊ അതായത് ഒരു സ്പിൻ ആംഗുലാർ മൊമെന്റം 0 ആയിട്ടുള്ള ഒരു ആറ്റം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ there will be a splitting of energy levels happens, and this splitting is actually known as the normal Zeeman effect. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ലെവലും തമ്മിൽ ട്രാൻസിഷൻ നടക്കും. സോ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡെൽറ്റ എം എൽ വാല്യൂ -1 ആയതുകൊണ്ട് ഇത് ഒറ്റ ഒരു സിംഗിൾ ലൈൻ. സോ ദിസ് ഇസ് 0 ആയതുകൊണ്ട് സോ ദിസ് ഇസ് സച്ച് ഒരു സെൻട്രൽ ലൈൻ ആയിട്ട് നിൽക്കും. And then this is having a delta ml value of +1. So ഈ രീതിയിൽ നമുക്ക് 3 ലൈൻ കിട്ടും. സോ ദ നമ്പർ ഓഫ് ലെവൽസ് ഇൻ ടു ഈച്ച് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി എൽ വാല്യൂ. സോ L = 3 ആണെങ്കിൽ 12 + 1 വാല്യൂസ് റേഞ്ചിങ് ഫ്രം -L to +L. L = 2 ആണെങ്കിൽ 12 + 1 വാല്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി ദ നോർമൽ സീമൻ ഇഫക്റ്റ്. ഇനി ഇതിന്റെ തന്നെ ഒരു അനോമലസ് സീമൻ ഇഫക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നോൺ സീറോ സ്പിൻ ആംഗുലാർ മൊമെന്റം ഉള്ള ഒരു ആറ്റം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു അനോമലസ് സീമൻ ഇഫക്റ്റ്. സോ അനോമലസ് സീമൻ ഇഫക്റ്റിന്റെ എനർജി ഓഫ് ഈച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത് E0 + μb × b × g × mj. g എന്ന് പറയുന്നത് G ഫാക്ടർ ഓർ സ്പെക്ട്രോസ്കോപ്പിക് സ്പ്ലിറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. സോ അത് കണ്ടുപിടിക്കാനായിട്ട് 1 + j × j + 1 + s × s + 1 - L × L + 1/2j × j + 1. ആക്ച്വലി ഇതും സച്ച് ജി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ജെ കണ്ടുപിടിക്കാൻ അറിയാം, എസ് കണ്ടുപിടിക്കാൻ അറിയാം, എല്ലും അറിയാം. അപ്പം അത് വെച്ചിട്ട് ഒരു ട്രാൻസിഷൻ തന്നിട്ട് അതിന്റെ ജി വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടേം തന്നിട്ട് അതിന്റെ ജി വാല്യൂ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നെറ്റിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് GE ആൻഡ് ഡെൽറ്റ MJ 0 ± 1 കിട്ടും. അപ്പൊ അനോമലസ് സീമൻ ഇഫക്റ്റിൽ ഇൻസ്റ്റെഡ് ഓഫ് ML യു വിൽ ബി ഹാവിങ് MJ. കാരണം നമ്മൾ എസും എല്ലും കൂടെ കമ്പൈൻ ചെയ്ത് നോൺ സീറോ സ്പിൻ ആംഗുലാർ മൊമെന്റം ഉള്ള മെറ്റീരിയൽ ആണ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ 2p3/2 J = 3/2 എന്ന് പറയുന്ന ഒരു ടേം കറസ്പോണ്ട് ചെയ്തിട്ട് MJയുടെ വാല്യൂസ് -j2 + j 3/2 1/2 -1/2 -3/2 ആവും. 2p ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2 -1/2 വരും. സോ
ഇതാണ് ആക്ച്വലി സോഡിയം D1 D2 ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 5896 ആങ്സ്ട്രം, 5890 ആങ്സ്ട്രം. സോ എനർജി സെപ്പറേഷൻ കൂടുതലുള്ളത് ലോവർ വേവ് ലെങ്ത്തും എനർജി സെപ്പറേഷൻ കുറവുള്ളത് ഹയർ വേവ് ലെങ്ത്തും. കാരണം എനർജി സെപ്പറേഷനും വേവ് ലെങ്ത്തും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ D1 D2 ലൈൻ എഴുതുമ്പോൾ ഹയർ വേവ് ലെങ്ത് ഉള്ളതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത് 2p ഹാഫിൽ നിന്ന് 2s ഹാഫിലേക്ക്. ലോവർ വേവ് ലെങ്ത് 5890 വരുന്നത് 2p 3/2 നിന്ന് 2s ഹാഫിലേക്ക്. ഇത് in the absence of external field. When you are placing this material in the external field, what happens? It will split into 2j plus 1 values. അപ്പോൾ ഇവിടെ ഈ plus half minus half, again this is plus half minus half. So mj split ചെയ്തിട്ട് ട്രാൻസിഷൻ നടക്കുന്നത് ആസ് പെർ ദി റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ mj 0 + or -1 എന്ന രീതിയിൽ വരും. So the number of lines in this case is more. You can see a large number of lines compared to the previous case. So previous case spin angular momentum 0 ആയിരുന്നു. അതുകൊണ്ട് you will be getting only 3 lines, whereas in case of anomalous Zeeman pattern the number of lines will be more. ഇനി ആക്ച്വലി അനോമലസ് സീമൻ പാറ്റേൺ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആകുമ്പോഴാണ്. സെയിം ആറ്റ് തന്നെ ഹൈ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ സ്പിന്നും ഓർബിറ്റും തമ്മിലുള്ള കപ്ലിംഗ് ആണ് ആക്ച്വലി ജെയിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ബ്രേക്ക് ചെയ്തിട്ട് സ്പിന്ന് സെപ്പറേറ്റ്, ഓർബിറ്റൽ മോഷൻ സെപ്പറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ലാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ അനോമലസ് സീമൻ പാറ്റേൺ ഡിസപ്പിയർ ചെയ്യുന്നു. ആൻഡ് അഗെയിൻ യു ക്യാൻ സീ ഓൺലി 3 prominent lines. So that is because in presence of strong magnetic field, the coupling between L and S breaks. So ആ സമയത്ത് actually that effect is known as the passion back effect. So passion back effect നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ml സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, ms സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. സോ ഓരോ ലെവലിന്റെയും സ്പ്ലിറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ml 10 - 1 ആയി, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെവലായിട്ട് ms സ്പ്ലിറ്റ് ചെയ്തു, അതായത് +½ -½ then 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് +½ -½ again -1 corresponding ആയിട്ട് +½ -½ then 2s half-ലും again you will be having ½ -½ corresponding to 0. ml is equal to 0. അതായത് ml-ഉം ms-ഉം സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ തമ്മിൽ കമ്പൈൻ ചെയ്ത് j വന്ന് mj സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല ഇവിടെ. So the coupling is broken between spin orbit coupling break ചെയ്തിട്ട് സ്പിൻ പ്രോസസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ്, ഓർബിറ്റൽ മോഷൻ സെപ്പറേറ്റ് ആയിട്ട് നടക്കും ഇൻ പ്രസൻസ് ഓഫ് ഹൈ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ലീഡ്സ് ടു പാഷൻ ബാക്ക് ഇഫക്റ്റ്. സോ D2 ലൈൻസ് നേരത്തെ നമ്മൾ കണ്ടതാണ്. D2 ലൈൻസ് 2p 3/2 2s ഹാഫിലേക്ക് വരുന്ന D2 ലൈൻസിന്റെ സ്പ്ലിറ്റിംഗ് ആണ് കാണിച്ചത്. ml 10 - 1 ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ms വാല്യൂ. ട്രാൻസിഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ സെലക്ഷൻ റൂൾ നടന്ന ട്രാൻസിഷൻ നടന്ന് യു വിൽ ബി ഗെറ്റിംഗ് 3 lines -EB/4πm central line and then +μ0 + EB/4πm. So finally കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ടായിരുന്നു. ഹൈപ്പർഫൈൻ സ്ട്രക്ചർ കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഹൈപ്പർഫൈൻ സ്ട്രക്ചർ ഒറിജിനേറ്റ് ചെയ്യുന്നത് spin angular momentum of the nucleus is responsible for the hyperfine structure. So coupling of spin angular momentum with the electronic angular momentum leads to the splitting of energy levels, and this is actually known as the hyperfine structure. So usually നമ്മുടെ എഫ് വെച്ചിട്ട് ഹൈപ്പർഫൈൻ സ്ട്രക്ചർ എഫ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു I+J. I എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ സ്പിൻ ആണ്. അത് ന്യൂക്ലിയർ I value is related as I is equal to h bar into square root of I into I+1. So spin angular momentum quantum number of the nucleus ആണ് I എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അഗെയിൻ എഫിന്റെ വാല്യൂ നേരത്തെ പോലെ തന്നെ J+I മുതൽ J - I വരെ ഉണ്ട്.
എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ എഫ് ഇൻറ്റു എഫ് പ്ലസ് 1 മൈനസ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 മൈനസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. സോ സാധാരണ ഇതൊരു ലെഫ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഹൈപ്പർ ഫൈൻ ക്വാണ്ടം നമ്പർ യൂഷ്വലി നമ്മുടെ ഇതിൽ സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻ പോലെ ആണെങ്കിൽ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ വരുന്നത് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും സ്പിൻ ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റവും ന്യൂക്ലിയസിന്റെ ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള കപ്ലിംഗ് മൂലമാണ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ വരുന്നത്. സോ this again leads to splitting of the spectral lines. So spin orbit coupling കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു splitting ആണ് hyperfine structure. So this actually occurs when there is interaction between the orbital angular momentum of the electron and the spin angular momentum of the nucleus. So adinte oru I think I'll wind up the session with this. കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ടായിരുന്നു. ഇനി അതിനുള്ള സമയമുണ്ടോ മുബാഷ് സാറേ? എനിക്ക് ഇനിയിപ്പോ എത്ര കുറെ പ്രോബ്ലം ഉണ്ടോ ടീച്ചറെ? ഒരു 5-8 പ്രോബ്ലം ഉണ്ടായിരുന്നു സീമൻ ഇഫക്റ്റിനെ ബേസ് ചെയ്ത്. ഓക്കെ ടീച്ചർ, അതിന് നമുക്കൊരു ഒരു പ്രോബ്ലത്തിനായിട്ട് ഒരു സെഷൻ കൊടുക്കാം. ഒരു 1.5 മണിക്കൂറോ മറ്റോ 2 മണിക്കൂറോ മറ്റോ ആക്കിയിട്ട്. അത് ഇപ്പൊ വേണമെന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാല് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ എക്സോസ്റ്റഡ് ആയി. 1.25 കഴിഞ്ഞു തോന്നുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സീമൻ ഇഫക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പെട്ടെന്ന് സമയം തീർന്നതുകൊണ്ട് സ്പീഡിൽ അങ്ങ് വിട്ടതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തേക്കാം. അതേ മുബാഷ് സാറിൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, സാറ് വഴിയോ എങ്ങനെയും. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ അറ്റൻഡിങ്. ടീച്ചർ, താങ്ക് യു.